നമസ്കാരം. വിദ്യാർത്ഥികൾക്കിടയിൽ അക്രമവാസന എത്രത്തോളമുണ്ട് എന്നത് തെളിയിക്കുന്ന ഒട്ടേറെ സംഭവങ്ങൾ അടുത്ത കാലത്തായി നമ്മൾ കേൾക്കുന്നുണ്ട്. റാഗിംഗ് എന്ന പേരിലുള്ള ക്രൂരത കോളേജുകളിൽ മാത്രമല്ല ചില സ്കൂളുകളിലും നടക്കുന്നു. ഷെഹബാസിനെ ക്രൂരമായി കൊല ചെയ്തത് റാഗിങ്ങിന്റെ പരിധിയിൽപ്പെടുത്താൻ കഴിയില്ല. 10ാം ക്ലാസ്സുകാരായിരുന്നു അവർ. പക്ഷേ 15ഉം 16ഉം വയസ്സ് പ്രായമുള്ള കുട്ടികളുടെ മനസ്സിലെ ക്രൂരത വെളിവാക്കുന്ന ഏറെ ഞെട്ടലുണ്ടാക്കിയ സംഭവമായിരുന്നു അത്. കോട്ടയം മെഡിക്കൽ കോളേജ്, പൂക്കോട് വെറ്ററിനറി കോളേജ് എന്നിവിടങ്ങളിലേത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ അടുത്ത കാലത്ത് നടന്ന ക്രൂരമായ റാഗിങ്ങുകളുടെ ഉദാഹരണങ്ങൾ. ഇപ്പോഴിതാ ആലപ്പുഴ ചെന്നിത്തല നവോദയ സ്കൂളിലുണ്ടായ അതിക്രൂര റാഗിങ്ങിന്റെ വാർത്തയാണ് പുറത്തുവരുന്നത്. നമ്മുടെ കൗമാരങ്ങൾക്ക് ഇതെന്തു പറ്റി? ന്യൂസ് ഈവനിംഗ് ചർച്ച ചെയ്യുന്നു. സ്വാഗതം പ്രേക്ഷകർക്ക്. നമുക്കൊപ്പം അതിഥികളായുള്ളത് ആലപ്പുഴയിൽ ചെന്നിത്തല നവോദയ സ്കൂളിൽ റാഗിങ്ങിനിരയായ കുട്ടിയുടെ പിതാവ് ശ്രീ രതീഷ്, ഒപ്പം തന്നെ ഡോക്ടർ മോഹൻ റോയ്, മാനസികാരോഗ്യ വിദഗ്ധൻ. മറ്റ് ചിലരെ നമ്മൾ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ പോകുന്നത് രതീഷിലേക്കാണ്, കുട്ടിയുടെ പിതാവാണ്. ശ്രീ രതീഷ്, ഈ സംഭവം ഉണ്ടായത് തിങ്കളാഴ്ചയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംഭവിച്ചത് എന്താണ് എന്നതാണ് താങ്കൾക്ക് അറിയാൻ കഴിഞ്ഞത്? മകൻ പറഞ്ഞത് എന്താണ്? പറഞ്ഞത് അന്ന് രാത്രിയിൽ 10:30-ക്ക് ശേഷം ഇവനെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി വന്ന് 11th വിളിക്കുന്നു എന്നും പറഞ്ഞിട്ടാണ് മോന് 11th ക്ലാസ്സിലോട്ട് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ്റെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന വേറെ 2 കുട്ടികളെ മർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യമാണ് ഇവനും കാണുന്നത്. അപ്പോൾ അവൻ്റെ അടുത്തും ഓരോ ചോദ്യങ്ങൾ ചെയ്ത് അവനെ നല്ല രീതിയിൽ മർദ്ദിച്ചു. അവൻ്റെ കൂടെ തന്നെ മൊത്തത്തിൽ 6 കുട്ടികളുണ്ടായിരുന്നു. ഇവനെ നല്ല രീതിയിൽ മർദ്ദിച്ചു. ഇവൻ ബോധാവസ്ഥയിലായ സമയത്ത് മർദ്ദിച്ചവർക്ക് തന്നെ പേടി അനുഭവപ്പെട്ടു. അവർ തന്നെ അന്നേരം പെട്ടെന്ന് ഫസ്റ്റ് എയ്ഡ് ചെയ്യാനുള്ള ശ്രമം, ഫസ്റ്റ് എയ്ഡ് ചെയ്യാനായിട്ട് അവരിൽ മെഡിസിനായിട്ടൊന്നുമില്ല. അവർ പെട്ടെന്ന് ഐസ് വെള്ളം കുടയുന്നു, അങ്ങനെയുള്ളൊരവസ്ഥയിലായി. അതിനുശേഷം അവർ അന്നേരം ടീച്ചർമാരെ അറിയിക്കുന്നു. ടീച്ചർമാർ വരുന്നു. എന്നിട്ട് അവർ ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ അതിനുള്ള ശ്രമങ്ങളൊന്നും, മോനെ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളൊന്നും നടത്തി. രാവിലെ എന്നെ ഒരു 10-11 മണിയായപ്പോൾ സ്കൂളിൽ നിന്ന് എനിക്കൊരു കോള് വരുന്നു. ആ കോളിൽ എന്നെ വിളിച്ചിട്ട് അവിടുത്തെ സ്കൂളിൻ്റെ ഇവരുടെ ഹൗസ് മാസ്റ്ററായ ശ്യാംകുട്ടി സാറാണ് എന്നെ വിളിക്കുന്നത്. വിളിച്ചിട്ട് പറയുന്നു, ഇതുപോലെ 11th പഠിക്കുന്ന കുട്ടികളും മോനുമായിട്ടൊരു പ്രശ്നമുണ്ടായി, സാർ ഇവിടം വരെ ഒന്ന് വരണം, നമുക്ക് നേരിൽ കാണണം, ഒന്ന് സംസാരിക്കണമെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ അത് വളരെ ഒരു ഇതായിട്ട് എടുത്തില്ല. ചെറിയ രീതിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകളൊക്കെ സർവ്വസാധാരണമായി ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് എങ്കിലും ഞാൻ മനസ്സുകൊണ്ടൊന്നാണ് വെച്ചാൽ എന്തായാലും ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും അവിടെ വരെ ഒന്ന് പോകാം. അപ്പം ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന വഴിയിലാണ് ഈ സാർ എന്നെ വിളിക്കുന്നത്. അത് അവിടുന്ന് തന്നെ ഞാൻ തിരിച്ചൊന്നായാലും സ്കൂളിലൊന്ന് പോകാമെന്ന് വിചാരിച്ച് ഞാൻ സ്കൂളിൽ ചെന്നു. സ്കൂളിൽ ചെന്നപ്പോൾ എൻ്റെ മോനെ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കരയുന്നൊരവസ്ഥയാണ് ഉണ്ടായത്. ഞാൻ പോകുന്ന വഴി എൻ്റെ വൈഫിനെയും കൂടെ കൂട്ടിയാണ്, ഞങ്ങൾ 2 പേരും ഒരുമിച്ചാണ് സ്കൂളിൽ ചെന്നത്. എൻ്റെ മോനെ ഞങ്ങളെ 2നെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുവാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ട് എന്നെ ഇന്നലെ ഒത്തിരി ഉപദ്രവിച്ചു, ഞാൻ ബോധം കെട്ടുപോയി. അപ്പോൾ മറ്റുള്ള കുട്ടികളെല്ലാം കൂടെ ഓടി വന്നിട്ട് പറയുവാണ്, അങ്കിളെ ഇത് തന്നെ ഏറ്റവും കൂടുതൽ ഇവനെ ഉപദ്രവിച്ചു, അവൻ ബോധം കെട്ടുപോയി, അവനെ നല്ല രീതിയിൽ അവർ മർദ്ദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, മോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയായിരുന്നു? മോനെ ആരും കൊണ്ടുപോയില്ല. അത് കൂടാതെ ഇവർ അവിടെ നിന്നിട്ട് ടെലിഫോൺ കാർഡ് ഇട്ടാണ് നമ്മളെ വീടുകളിൽ എല്ലാ ആഴ്ചകളിലും വീക്കെൻഡിൽ വിളിക്കാറുള്ളത്. ശനിയാഴ്ച ദിവസമാണ് അവർക്ക് അലവ് ചെയ്യുന്നത്. പക്ഷേ അന്നത്തെ ദിവസം ഈ സംഭവം ഉണ്ടായ സമയത്ത് തന്നെ ഇവർ എല്ലാ ഫോണും ലോക്ക് ചെയ്ത് വെച്ചെന്നാണ് നമുക്ക് പിന്നീട് അറിയാൻ ഉണ്ടായത്. അതുപോലെ തന്നെ എൻ്റെ മോനെ അതിനുശേഷം ഞാൻ വിളിച്ചു. അവിടുത്തെ പ്രിൻസിപ്പാൾ അന്ന് ചാർജ് എടുക്കുന്ന ദിവസമായിരുന്നു. നേരത്തെ പ്രിൻസിപ്പാൾ അവിടുന്ന് പോയായിരുന്നു. പുതിയ പ്രിൻസിപ്പാൾ വന്ന് ചാർജ് എടുക്കുന്ന സമയമായിരുന്നു. അന്നേരം ഞാൻ പ്രിൻസിപ്പാളിനെ കണ്ടു. അവർ വരുന്നിടം വരെ അവർ മീറ്റിങ്ങിലായിരുന്നു. ഞാനൊരു 11:30-ക്ക് സ്കൂളിലെത്തിയ ഞാൻ പോകുന്നത് ഒരു 1:30 ആയപ്പോഴത്തേക്ക് പ്രിൻസിപ്പൾ അവരെല്ലാം മീറ്റിംഗ് കഴിഞ്ഞ് പുറത്ത് വരുന്ന സമയത്താണ് ഞാൻ പ്രിൻസിപ്പൽ മാഡത്തിനെ കണ്ടു. ഇതുപോലെ ഒരു സംഭവം ഉണ്ടായി. അപ്പം പ്രിൻസിപ്പൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, അവരെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, രാത്രി തന്നെ അവരെ സസ്പെൻഡ് ചെയ്തു, ബാക്കിയുള്ള തീരുമാനം നമുക്ക് എത്താം, അവന് കുഴപ്പമൊന്നും ഇപ്പോൾ ഇല്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, മാഡം അത് അങ്ങനെയാണോ ചെയ്യേണ്ടത്? അവനെ എന്താണ് നിങ്ങൾ അന്നേരം തന്നെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ? ഞാൻ ഹോസ്പിറ്റലിലെത്തി. അത് കുഴപ്പമൊന്നുമില്ല, അവന് ഓക്കെ ആയി.
എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ഇന്ന് ചാർജ് എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഞാൻ ഒന്നിയിൽ ഇത് എന്തായാലും ഞാൻ ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്തായാലും ഞാൻ സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻറ്റ് തന്നെ പോവുകയാണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മോനെ ഇവിടെ പഠിക്കേണ്ടതല്ലയോ എന്നാണ് എൻ്റെ അടുത്ത് അവിടുത്തെ പ്രിൻസിപ്പാൾ ചോദിച്ചൊരു മറുപടി. അന്നേരം ഞാൻ പറഞ്ഞു പഠിക്കുകയോ പഠിക്കാതിരിക്കുമോ എന്നുള്ളത് പിന്നീടുള്ള കാര്യമാണ്. എനിക്ക് എൻ്റെ മോനെ ഇവിടുന്ന് റിലീസ് ചെയ്യണം, ഞാൻ എൻ്റെ മോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവനുള്ള മെഡിസിനും എല്ലാം വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ അവനെ മാന്നാർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവനെ നിർത്തിക്കൊണ്ട് തന്നെ അവിടെ മൊഴി കൊടുത്തു. മൊഴി കൊടുത്തതിന് ശേഷം അവനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. പിന്നെ ചൈൽഡ് ലൈനിൽ ഞങ്ങൾ അറിയിച്ചു. പിന്നാണ് നമ്മൾ മീഡിയാസ് എല്ലാം അറിയുന്നത്. ശ്രീ രതീഷ്, മോൻ ഇപ്പോൾ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലേ? അതെ അതെ അതെ. 11ാം ക്ലാസ്സിലെ കുട്ടികളാണ് ഇങ്ങനെ ക്രൂരത കാട്ടിയത്. അതെ അതെ അതെ. എത്ര ക്ലാസ് മുതൽ അവിടെ പഠിക്കുന്നുണ്ട് ഈ പറയുന്ന നവോദയ? പറയൂ. 6ാം ക്ലാസ് മുതൽ അവന് ടെസ്റ്റ് എഴുതി അവൻ അവിടെ പാസ്സായി കയറിയതാണ്. 6ാം ക്ലാസ് മുതൽ ഇപ്പോൾ അവന് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ അവന് 8ാം ക്ലാസ്സിലായി. 8ാം ക്ലാസ്സിലെന്ന് പറയുമ്പോഴത്തെ 6 മുതൽ 7 വരെ അവർക്ക് ജൂനിയർ ഹൗസും 8 മുതൽ 8, 9, 10, 11, 12 എന്ന് പറയുന്നിടത്ത് സീനിയർ ഹൗസായിട്ടാണ് അവർ തരംതിരിച്ചിരിക്കുന്നത്. ഈ സീനിയർ ഹൗസിലേക്ക് ഇപ്പം കയറിയിട്ട് ഇപ്പോൾ ഈ ജൂൺ 2ാം തീയതി സ്കൂൾ തുറന്ന സമയത്താണ് അവൻ അവിടെ ജോയിൻ ചെയ്യുന്നത്. ആ സമയത്താണ് ഇപ്പോൾ ഒരാഴ്ചക്കകത്തായിട്ടുള്ള ഈ ക്രൂരമായ സംഭവം. ഇപ്പം ഈ ഒരാഴ്ച സ്കൂൾ തുറന്ന മിനിഞ്ഞാന്നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതെ, അതായത് 10ാം ക്ലാസ്സുകാരനായ ഒരു വിദ്യാർത്ഥി വന്ന് വിളിച്ചുകൊണ്ട് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചയാണ് താങ്കൾ നേരത്തെ പറഞ്ഞത്. മറ്റ് കുട്ടികളും ഈ തരത്തിലേക്ക് ക്രൂരമായ റാഗിങ്ങിന് അല്ലെങ്കിൽ ആക്രമണത്തിന് വിധേയരാകുന്നുണ്ട് എന്നുള്ളത് മകൻ കണ്ടു അല്ലേ? അതെ അതെ അതെ. ഇവൻ മോൻ്റെ കൂട്ടത്തിൽ വേറെ ഒരു കാർത്തിക് എന്നൊരു പറഞ്ഞ പയ്യനെ അവർ രണ്ടുപേരെയും കൂടെയാണ് കൂട്ടിക്കൊണ്ട് അടുത്ത സെക്ഷനിൽ ഇവനെ കൊണ്ടുപോകുന്നത്. ഈ 10ാം ക്ലാസ്സുകാരൻ വന്ന് പറഞ്ഞ് ഇവരെ വിളിച്ചുകൊണ്ട് പോകുന്നത്. അതെ, അവിടെ ചെല്ലുമ്പോൾ കൂടുതൽ കുട്ടികൾ അവിടെ ഉള്ളതായി കാണുന്നു. അവിടെ ചെന്നപ്പോൾ വേറെ അനന്തൻ എന്ന് പറയുന്ന ഒരു കുട്ടിയും പിന്നെ വേറൊരു കുട്ടിയും ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അവരെ രണ്ടുപേരെയും മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് ഇവരെ ഓരോ ചോദ്യം ചെയ്യലിലൂടെ ഓരോ അടി കൊടുത്തെന്നാണ് എൻ്റെ മോൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. നീ ബെഡ് മാറി കിടക്കാറുണ്ടോ, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണോ ബെഡിൽ കിടക്കാറുള്ളത് എന്നൊക്കെ പറഞ്ഞ് ചോദ്യം ചെയ്താണ് എൻ്റെ മോനെ അടിച്ചത്. അപ്പോൾ നിൻ്റെ കൂടെ ആരൊക്കെയായിരുന്നു, അങ്ങനെ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് ഓരോ ചോദ്യത്തിനും ഇവർ അടി കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും 3-4 പേര് ചേർന്നുകൊണ്ട്. അതെ, അപ്പോൾ അവർ ആകെ എത്ര കുട്ടികളുണ്ടായിരുന്നു? എല്ലാവരും 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണോ? എല്ലാം 11th പഠിക്കുന്ന കുട്ടികളാണ് ഈ ചെയ്തത്, ക്രൂരകൃത്യം ചെയ്തത്. അവർ 9-10 പേരുണ്ടെന്നാണ് മോൻ പറഞ്ഞത്. അതിൽ 6 പേരെയാണ് ഇപ്പോൾ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഇത് മുൻപ് എന്തെങ്കിലും ഈ തരത്തിലേക്ക് ഒരു പ്രകോപനമുണ്ടാക്കത്തക്ക രീതിയിലൊക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഇത് ഇപ്പോൾ ക്ലാസ് തുടങ്ങിയിട്ട് താങ്കൾ പറഞ്ഞതുപോലെ അധിക ദിവസമായിട്ടില്ല. സീനിയർ ക്ലാസ്സിലേക്ക് ചെല്ലുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ സീനിയർ ഹൗസിലേക്ക് ചെല്ലുന്നതേ ഉള്ളൂ മകൻ. അപ്പോൾ തന്നെ ഈ തരത്തിലേക്ക് അത് റാഗിങ് എന്ന തരത്തിലേക്ക് തന്നെ നമ്മൾ അതിനെ കാണേണ്ടി വരുമെന്ന്. കാരണം ഇപ്പോൾ പ്രിൻസിപ്പൽ പറഞ്ഞിട്ടുള്ള ഇത് കുട്ടികൾ തമ്മിലുള്ള ചില പ്രശ്നങ്ങളുടെ ഭാഗമാണ്, ഇതിനെ റാഗിങ് എന്ന് പറയാൻ കഴിയില്ല എന്നൊക്കെ അവർ മറ്റു ചില മാധ്യമങ്ങളോട് പറഞ്ഞതായി അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് പ്രത്യേകിച്ച് അതിനു മുൻപ് പ്രകോപനം ഉണ്ടാക്കത്തക്ക രീതിയിൽ ഒന്നും ഉണ്ടായിട്ടില്ല അല്ലേ? ഇതിന് ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം. എൻ്റെ മോന് ഇങ്ങനൊരു സംഭവം നേരത്തെ ഉണ്ടായിട്ടേ ഇല്ല. അവിടുന്ന് ഒരു കംപ്ലയിൻറ്റ് ഇങ്ങനെ വന്നിട്ടുമില്ല, ഇതുവരെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുമില്ല. ഇത് അവരിപ്പം അവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് വേണ്ടിയിട്ട് ഉള്ള ഒരു ഒരു ഇത് തന്നെയാണെന്ന് നമുക്ക് പറയാം. അല്ലാതെ ഇത് നേരത്തെ ഇത് തമ്മിൽ ഇങ്ങനൊരു സംഘർഷം ഉണ്ടായിട്ടില്ല, അവരുമായിട്ടൊരു പ്രശ്നത്തിന് അവൻ പോയിട്ടില്ല, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അവൻ പറയുന്നത് ഇതിന് മുമ്പേ ഇവർ പ്രശ്നകാരികളാണെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതിന് PTCയിൽ നിന്ന് ഇപ്പം എനിക്ക് നമ്മുടെ PTC എന്നും പറഞ്ഞ് ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിനകത്ത് ഒത്തിരിയും പേരൻസുകൾ മെസ്സേജുകൾ അയക്കുന്നുണ്ട്. ഇത് 2 വർഷത്തിന് മുമ്പേ ഇങ്ങനെ തന്നെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, 1 വർഷത്തിന് മുമ്പ് സംഭവം നടന്നിട്ടുണ്ട്. ഇതെല്ലാം ഇപ്പം പുറത്ത് വന്നപ്പോഴാണ് ഓരോരുത്തർ അഭിപ്രായം പറയുന്നത്. അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ റിപ്പോർട്ടർ ചാനലിന് 24 ചാനലിന് തരാൻ തയ്യാറാണ്. ശരി, ഞാൻ താങ്കളിലേക്ക് എത്താം. ഡോക്ടർ മോഹൻ റോയ്, ഇപ്പം നമ്മളിത് ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന അക്രമവാസന എന്നുള്ള തരത്തിലേക്ക് കൂടി ഇതിനെ കാണണമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം റാഗിങ് എന്നുള്ളതിനപ്പുറത്തേക്ക് റാഗിങ് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്.
പക്ഷെ ഇവിടെ ഈ പല സംഭവങ്ങൾ നമ്മൾ കാണുമ്പോൾ ഈ റാഗിങ്ങിൻ്റെ പേരിൽ നടക്കുന്ന ക്രൂരമായ ആക്രമണം അത് പരിധികൾ മുഴുവൻ കടന്നുകൊണ്ടുള്ള ആക്രമണത്തിലേക്കാണ് പോകുന്നത്. എല്ലാം കൗമാരക്കാരാണ് എന്നുള്ളത്. ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അതൊക്കെ ഈ കൗമാരപ്രായത്തിലുള്ള കുട്ടികളൊക്കെ തന്നെയാണ്. ഇതിൻ്റെ എക്സ്റ്റൻഷനാണ്. ഇപ്പോൾ +1 ആണെങ്കിൽ 1-ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥി, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്, അങ്ങനെ, അല്ലെങ്കിൽ വെറ്ററിനറി കോളേജ്, ഇങ്ങനെയുള്ള ഈ ഒരു ഏതാണ്ട് ഒരേ പ്രായമാണ്, കൗമാരം വിടാത്ത പ്രായത്തിലുള്ളവർ തന്നെയാണ് എന്നതാണ്. ഇത് എന്താണ് നമ്മളുടെ കുട്ടികൾക്ക് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഒരു സംഭവമൊന്നുമല്ല. തുടർച്ചയായി പലയിടങ്ങളിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു കുട്ടിയെ 11-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ആക്രമിക്കുന്നു. ആ കുട്ടിയുടെ ശരീരത്തിലൊക്കെയുള്ള മുറിവുകളും ഒക്കെ നമ്മളത് നേരത്തെയൊക്കെ ന്യൂസിൽ കാണിക്കുകയും ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ക്രൂരമായി ആക്രമിക്കാനുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മളുടെ കുഞ്ഞുങ്ങൾ പോകുന്നു. ഡോക്ടർ, അല്ല, യഥാർത്ഥത്തിൽ ഇത് റാഗിങ് എന്നോ കൗമാരക്കാരുടെ ഇടയിലോ പ്രശ്നം എന്നതിനപ്പുറം സമൂഹത്തിൽ വയലൻസ് കൂടിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സമൂഹത്തിൽ പല രീതിയിൽ വയലൻസ് കൂടുന്നുണ്ട്. നമുക്ക് ദിവസവുമുള്ള പത്ര റിപ്പോർട്ടുകൾ കണ്ടാൽ തന്നെ അത് മനസ്സിലാകും. ഇപ്പോൾ ഒരു വാഹനം ഓടിക്കുകയാണെങ്കിൽ നമ്മുടെ വാഹനത്തിൽ ഒരാളുടെ അയാൾ കുറച്ച് റാഷ് ഡ്രൈവിങ് നടത്തിയിട്ട് നമ്മുടെ വാഹനത്തിൻ്റെ മുന്നിൽ കയറി ഒന്ന് തട്ടുകയോ ചെയ്ത് കഴിഞ്ഞാൽ, കാറാണെങ്കിൽ കാറിൻ്റെ ഗ്ലാസ് താഴ്ത്തി സംസാരിക്കാൻ നമ്മുടെ നാട്ടിൽ എത്ര പേർക്ക് ധൈര്യമുണ്ട്? ഇനി ബൈക്കാണെങ്കിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അയാൾ നമ്മുടെ പള്ളക്ക് പിച്ചാത്തി കയറ്റില്ല എന്ന് വിചാരിക്കാൻ നമുക്ക് സാധിക്കുമോ? അത്രത്തോളം വയലൻസ് സമൂഹത്തിൽ കൂടുന്നുണ്ട്. ഈ വയലൻസ് സ്വാഭാവികമായിട്ടും കൗമാരക്കാരുടെ ഇടയിലും കുട്ടികളുടെ ഇടയിലേക്ക് വരുന്നുണ്ട്. അത് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിലാകുമ്പോൾ വയലൻസ് ജൂനിയർ സ്റ്റുഡൻസിനോട് കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ സമപ്രായക്കാരോട് കാണിക്കുമ്പോൾ അതിന് റാഗിങ് എന്ന് നമ്മൾ പറയുന്നു എന്നുള്ളത്. യഥാർത്ഥത്തിൽ സമൂഹത്തിൽ കൂടുന്ന വയലൻസിനെയാണ് ഇത് കാണിക്കുന്നത്. ഇനി ഈ വയലൻസ് ഒരു സമൂഹത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ റിപ്പോർട്ടിംഗ് മെക്കാനിസം എങ്ങനെയായിരിക്കണം, അതിനെതിരായിട്ടുള്ള നടപടികൾ എന്തായിരിക്കണം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഇത്തരത്തിൽ റോഡിലൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ പോലീസിനെയോ മറ്റ് അധികാരികളെയോ വിളിക്കുക എന്നുള്ളതാണ്. ആദ്യം നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇതിലൊരാൾക്ക് പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അടിയന്തിരമായ വൈദ്യ ചികിത്സ എത്തിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് അതിൻ്റെ നിയമ സംവിധാനങ്ങളാണ്. ഇപ്പോൾ ഈ സ്കൂളിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് പറഞ്ഞതിൽ നിന്ന് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ്? ആ കുട്ടിക്ക് ശാരീരികമായ പരിക്കുകളോ മറ്റോ ഉണ്ടോ എന്നറിയാനുള്ള ഒരു പ്രാഥമിക വൈദ്യശാസ്ത്ര പരിശോധന ഇവിടെ നടത്തിയിട്ടില്ലെന്നേ. ഒരു മെഡിക്കൽ എക്സാമിനേഷൻ നടത്തിയിട്ടില്ല. നോക്കൂ, നമുക്കറിയാമല്ലോ, നമ്മളിപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വയനാട്ടിൽ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞ് വന്ന് വീട്ടിൽ തളർന്ന് കിടക്കുകയാണ്. ആ തളർന്ന് കിടക്കുമ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായതിൻ്റെ ബോധക്കേടാണ് ആ കുട്ടി കാണിച്ചത്. താമരശ്ശേരി ഷഹബാസിന്റെ കാര്യമാണ് താങ്കൾ പറയുന്നത്. താമരശ്ശേരി, അതെ. ഇതിനൊക്കെ ആരാണെന്നേ സമാധാനം പറഞ്ഞത്. എനിക്ക് മനസ്സിലാവാത്തത്, ഇത്രയുമൊക്കെ ആയിട്ടും ഇവരൊന്നും ഇത് പഠിക്കുന്നില്ലേ? ഇവർക്കൊന്നും ഇത് മനസ്സിലാകുന്നില്ലേ? നോക്കൂ, നവോദയ വിദ്യാലയങ്ങൾ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് ഒരു പ്രത്യേക സ്കീം അനുസരിച്ച് ഉണ്ടാക്കുന്ന സംവിധാനമല്ലേ? അവിടെ ഇതിനൊക്കെ ഒരു പ്രോട്ടോകോളൊന്നും ഇല്ലേ? ഇനിയും ഈ സമയത്തും ഈ 2025-ലും ഇത് സംസാരിക്കേണ്ട ഗതികേടിലേക്കാണോ നമ്മളെ ഇവരൊക്കെ എത്തിച്ചിരിക്കുന്നത്? ഇനി ആദ്യം ഈ വൈദ്യശാസ്ത്രമായ പരിശോധന നടന്നു കഴിഞ്ഞിട്ട് ആ കുട്ടിക്ക് ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. ആ തലയിലോ മറ്റോ ഇവർ തല്ലുന്നു എന്ന് പറയുമ്പോൾ തലയിലോ മറ്റോ തല്ലിയിട്ടില്ല എന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അതിന്റെ പരിശോധന നടക്കണ്ടേ? രണ്ടാമത് എന്താ ചെയ്യേണ്ടത്? അതെ, നമുക്കത് പിതാവിനോട് ഒന്നുകൂടി ഒന്ന് ചോദിക്കാം. ശ്രീ രതീഷ്, ഏതായാലും വിശദമായ പരിശോധന തന്നെ നടത്തിയല്ലോ അല്ലേ? മകനെ പിന്നീട് താങ്കൾ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും സ്കാനിങ് ഉൾപ്പെടെ വേണ്ടി വന്നാൽ അത് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ആ തരത്തിലേക്കൊക്കെയുള്ള എല്ലാ പരിശോധനകളും ഒക്കെ നടത്തിയല്ലോ അല്ലേ? അതെ. നമ്മൾ അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ്, താലൂക്ക് ആശുപത്രിയിലാണ് പോയത്. അന്നേരം അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ഫസ്റ്റ് എയ്ഡ് എന്നുള്ള ലെവലിൽ അവരെല്ലാം ചെയ്തു. പിന്നെ ബാക്കിയുള്ളതെല്ലാം റിപ്പോർട്ടുകളെല്ലാം തന്നിട്ടുണ്ട് പുറത്ത് ചെയ്യാനായിട്ടുള്ളത്. പിന്നെ മെഡിസിനും എല്ലാം തന്നു. അതിനുശേഷം ഞങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോയത് അവിടെ പരാതി കൊടുക്കാനും. പിന്നെ ചൈൽഡ് ലൈനിൽ അറിയിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ചൈൽഡ് ലൈനിൽ അറിയിച്ചു. അങ്ങനെ നേരെ പിന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ട് അവർ നമ്മളെ മണിക്കൂറുകളോളം ഇരുത്തി, അവർക്ക് ഇവിടെ നിന്നുള്ള സ്കൂൾ മാനേജ്മെൻറ്റ് ഭാഗത്തു നിന്ന് കുറേ വിളികളും കാര്യങ്ങളും ചെന്നിട്ടുണ്ടാകാമെന്നാണ് എനിക്ക് അന്നേരം മനസ്സിലായി തുടങ്ങിയത്. അവരിത് എങ്ങനെയും ഒതുക്കി തീർത്ത് വിടാമെന്നുള്ള രീതിയിലായിരുന്നു അവരുടെ ഒരു സമീപനം നമ്മുടെ അടുത്തുണ്ടായത്. ഏറ്റവും ലാസ്റ്റ് അവർ പറഞ്ഞ് ഇത് FIR ഒന്നും ഇടാൻ പറ്റത്തില്ല, ഇത് രണ്ടുപേരും ജുവനൽ ഇതായതുകൊണ്ട് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പം ഏറ്റവും ലാസ്റ്റ് ഞങ്ങളൊരു 9:30 കഴിഞ്ഞ് ആണ് ആ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ തിരിച്ച്, ഞാനും വൈഫും മോനും കൂടെ, ആ വയ്യാത്ത മോനും ഞങ്ങൾ 3 പേരും തിരിച്ചു വരുന്നത്. ഞങ്ങൾ ഒരു 3:30 4 മണിക്കകത്ത് സ്റ്റേഷനിൽ ചെന്നവരാണ്. അതെ, അപ്പോൾ ഈ
ഇത്തരത്തിലേക്കൊരു സ്വാധീനത്തിനുള്ള ശ്രമം പോലും ഈ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നാണ് താങ്കൾ സംശയിക്കുന്നത്. ഇത് ഒരു കേസാക്കരുത്, ഇതൊരു പരാതിയാക്കി മാറ്റരുത്, ഇത് ഒതുക്കി തീർക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലേ? അതെ 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 ചൈൽഡ് ലൈനിനെ അവർ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന്. അപ്പോൾ ഈ ചൈൽഡ് ലൈൻ അധികൃതർ എന്താണ് താങ്കളോട് എന്തെങ്കിലും ഉറപ്പ് നൽകുകയോ, എന്താണ് അവർ ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട്, ശ്രീ രതീഷ്? ചൈൽഡ് ലൈനിൽ ഞാൻ പിന്നെ അവരെ വിളിച്ചു. അവർ നമുക്ക് നല്ല ഒരു ഇത് തന്നെയാണ്, അവർ പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടിയാണ് നമുക്ക് തന്നത്. അവർ നാളെ മോനെ കാണാൻ വരുന്നുണ്ട്, സ്കൂളിൻ്റെ ഭാഗത്ത് പോകുന്നുണ്ട്. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഇതുണ്ടായത്. അതായത് ഇത് ഒരു കേസ് അങ്ങനെ ഒരു വലിയ ലെവലിൽ പോകണ്ട എന്നുള്ള ഒരു സമീപനം പോലെ നമുക്കുണ്ടായി. പിന്നെ മോൻ്റെ നമ്മളൊരു പരാതി പോലെ സ്റ്റേഷനിൽ എഴുതി കൊടുത്തില്ല, മോൻ്റെ മൊഴി അവരെടുക്കുകയായിരുന്നു. ഒരു പരാതി പോലെ നമ്മളവിടെ എഴുതി കൊടുത്തിട്ടില്ല, മോൻ്റെ മൊഴി എടുത്താൽ മതി എന്നുള്ള രീതി മോൻ്റെ മൊഴി എടുത്ത് ഒരു കമ്പ്യൂട്ടറിൽ പ്രിൻ്റ് എടുക്കുമായിരുന്നു, ഓരോ വാചകങ്ങളും അവൻ്റെ കൊണ്ട് പറഞ്ഞു. അതെ, നിങ്ങൾ കാണുന്ന അല്ല, മോൻ ആദ്യം ഈ ആക്രമണം നടന്നതിന് ശേഷം മോൻ ബോധരഹിതനായി പോയി, അല്ലേ? അതെ 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 അത് ബാക്കിയുള്ള കുഞ്ഞുങ്ങൾക്കും അവിടെയുള്ള സ്റ്റാഫിനെല്ലാം അറിയാം. ബോധരഹിതനായി പോയി. അവനെ പൊക്കിയെടുത്ത് അവൻ താമസിക്കുന്ന അവനെ താമസിക്കുന്ന ആ ഹോസ്റ്റലിലോട്ട്, അവൻ്റെ ഇതിലോട്ട് സെക്ഷനിലോട്ട് അവനെ പൊക്കിയെടുത്തുകൊണ്ട് അവൻ്റെ ബെഡിലോട്ട് കൊണ്ടുപോകുമായിരുന്നു. അതപ്പോൾ ഇത് എങ്ങനെയാണ് ഈ ആക്രമണം നടന്നത്? മറ്റു കുട്ടികൾ, ഈ +1 വിദ്യാർത്ഥികൾ ഏത് തരത്തിലേക്കാണ് ആക്രമിച്ചത് അല്ലെങ്കിൽ മർദ്ദിച്ചത് എന്നൊക്കെയുള്ളത് മോൻ വിശദമായി പറഞ്ഞോ? മോന് പറഞ്ഞ് എന്തിനാണെന്നൊന്നും അവർക്കറിയത്തില്ല. അവരെ ഓരോന്ന് 10th ഒരു ക്ലാസ്സിലെ പയ്യൻ വന്ന് 11th വിളിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ 11th ക്ലാസ്സിലോട്ട് പോയപ്പോൾ അവൻ്റെ കൂടെ പഠിക്കുന്ന ആ ഹൗസിലുള്ള 2 കുട്ടികളെ അവിടെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ കാണുന്നത്. അത് കഴിഞ്ഞ് അടുത്തത് ഇവൻ ചെന്നപ്പോൾ ഇവൻ്റെ നേരെയായി ഓരോ ചോദ്യങ്ങൾ. ഇവന് ബെഡിൽ 2 പേരും ഒരുമിച്ച് ചേർന്ന് കിടക്കാറുണ്ടോ, അങ്ങനെയൊക്കെയുള്ള മോശമായിട്ടുള്ള ഒരു ചോദ്യങ്ങളാണ് അവനെ ചോദിച്ചുകൊണ്ട്, നിൻ്റെ കൂടെ ആരൊക്കെയാണെന്ന്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇവർ 6ാം ക്ലാസ്സിലെങ്ങാണ്ട് അവിടെ ഒരുമിച്ച് വാർഡനെങ്ങാണ്ട് രാത്രിയിലെ സമയത്തെങ്ങാണ്ട് പറയുമെന്ന് ഇവരുടെ അടുത്ത്, എടാ കുറച്ച് ഒരു ബെഡ് വല്ലതും കാലിയാക്കി താ, എനിക്കിവിടെ ഒന്ന് കിടക്കണമെന്ന് പറയുമ്പോൾ ഇവർ മാറി അടുത്ത ബെഡിലോട്ട് മാറിക്കൊടുക്കുമായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇവർ കണ്ട് ആ ഒരു കാഴ്ച ഇവർ ചോദ്യം ചെയ്തു, നിങ്ങൾ 2 പേരുടെ ഒരേ ബെഡിൽ എങ്ങനെ കിടക്കുന്നത്, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെയുള്ള ഓരോ ചോദ്യങ്ങൾ ചോദിച്ചാണ് മോനെ അവർ ക്രൂരമായിട്ട് മർദ്ദിച്ചത്. അതെ, അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇത് എങ്ങനെയാണ്, ഏത് തരത്തിലേക്കാണ് ഈ ആക്രമണം നടത്തിയത് എന്നത് മോൻ വിശദമായി പറഞ്ഞോ? എങ്ങനെയാണ് ഇപ്പം നമ്മൾ ഈ നഴ്സിംഗ് കോളേജിലേക്ക് ഇത് അതിക്രൂരമായി, നമുക്കത് പറയാൻ പോലും പറ്റാത്ത തരത്തിലേക്ക് ക്രൂരതയാണ് ആ കുട്ടികൾ കാണിച്ചിട്ടുള്ളത്. അപ്പം ഇവിടെ എങ്ങനെയായിരുന്നു? ഇവിടെ ആ ലെവലിലേക്ക് പോയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ എങ്ങനെയാണ് എന്നുള്ളത് മകൻ പറഞ്ഞോ? അതെ അതെ മോൻ പറഞ്ഞത്, ഓരോ ചോദ്യം ചോദിക്കുക, ഇടത്ത് കൈക്ക് ഒരാൾ വലത്ത് നിന്നുകൊണ്ട് വലത്ത് ചെള്ളയ്ക്ക് അടിക്കുക, ഒരാൾ ഇടത്ത് നിന്നുകൊണ്ട് ഇടത്ത് ചെള്ളയ്ക്ക് അടിക്കുക, പിന്നെ കുനിച്ച് നിർത്തി ഇടിക്കുക, വയറ്റിന് ഇടിക്കുക. ഓരോ ചോദ്യങ്ങൾക്കും ഓരോ രീതിയിലുള്ള ആക്രമണങ്ങളായിരുന്നു. ഇവർ 3-4 പേര്, 5-6 പേര് ചേർന്ന് ഇവരെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. ഏറ്റവും ലാസ്റ്റ് അത്രയും ഇടി കൊണ്ടിട്ടാണ് കുഞ്ഞിൻ്റെ പേടിച്ചും കുഞ്ഞ് വേദനയും അനുഭവപ്പെട്ട് കുഞ്ഞിൻ്റെ ബോധം രഹിതമായത്. ശരി, ബോധരഹിതനായതിനു ശേഷം മറ്റുള്ളവരെടുത്തുകൊണ്ട് പോയി, അല്ലേ? അപ്പോൾ എല്ലാവരും പേടിച്ചു. അതെ 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 വാർഡൻ അത് കഴിഞ്ഞു. ഈ ബോധരഹിതനായി കഴിഞ്ഞപ്പം ഈ ഇടിച്ചവർ തന്നെയാണ് അവനെ കാലും എല്ലാം തിരുമ്മി കൊടുക്കുകയും കൈയും കാലും എല്ലാം തിരുമ്മി കൊടുക്കുകയും അവൻ്റെ മുഖത്ത് വെള്ളം തെളിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നത്. അതിനുശേഷം അവർ പെട്ടെന്ന് ബാക്കിയുള്ള കുട്ടികളെല്ലാം കൂടെ അറിഞ്ഞ് അവർ പോയി വാർഡനെ വിളിച്ചുകൊണ്ട് വന്നു. വാർഡൻ പോയി പിന്നെ അവിടുത്തെ ടീച്ചേഴ്സിനെ എല്ലാം വിളിച്ചുകൊണ്ട് വരുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അവിടെ നേഴ്സ് മാഡം വരെ ഉണ്ട്, അവർ പോലും അവിടെ നിന്ന് ഫസ്റ്റ് എയ്ഡ് ചെയ്യാനോ അവിടെ എത്തിയിട്ടില്ല. ശരി, നമുക്കപ്പം ചർച്ചയിൽ പൂക്കോട് വെറ്ററിനറി കോളേജിൽ അതിക്രൂരമായ റാഗിങ്ങിന് വിധേയനായി പിന്നീട് മരണമടഞ്ഞു എന്ന വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. സിദ്ധാർത്ഥൻ്റെ മാതാവുണ്ട് ഷീബ തത്സമയം ചേരുന്നത്. ശ്രീമതി ഷീബ, നമ്മൾ പലതവണ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തതാണ്. താങ്കളുടെ വേദന എന്നുള്ളത് ഒരിക്കലും അത് പോകുന്നതുമല്ല എന്നത് നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ ഇത്തരം കൂടുതൽ വാർത്തകൾ വരുമ്പോൾ ഒരിക്കൽ കൂടി താങ്കളെയും ഭർത്താവിനെയും ഒക്കെ ഓർക്കുകയാണ്, സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കളെ നമ്മൾ ഓർക്കുകയാണ്. ഇതൊരു എക്സ്റ്റൻഷൻ എന്ന തരത്തിലേക്കാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ആലപ്പുഴ ഒരു സംഭവം ഉണ്ടായി, അത് ഒരു നവോദയ സ്കൂളിൽ ഉണ്ടായതാണ്.
+1 വിദ്യാർത്ഥികളാണ് ഇവിടെ ക്രൂരമായി മർദ്ദിക്കുകയാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുകുട്ടി, ആ കുട്ടിയുടെ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ തീരെ കുഞ്ഞ് കുട്ടിയാണ്, ആ കുട്ടിയെ മർദ്ദിക്കുകയാണ്. അതിനുശേഷം ബോധരഹിതനായി പോകുന്നു. പിന്നീട് ഈ എന്തോ ഭാഗ്യത്തിനാണെന്ന് തോന്നുന്നു, ഏതായാലും ആക്രമണം അഴിച്ചുവിട്ട വിദ്യാർത്ഥികൾ പേടിച്ച് അവർ തന്നെ, ഇപ്പോൾ അത് രതീഷ് പറഞ്ഞത് കേട്ടല്ലോ, ഈ കുട്ടിയുടെ കാലൊക്കെ തിരുമ്മിക്കൊടുത്ത് അങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളത് അതെന്തോ ഒരു ഭാഗ്യമായിരിക്കാം. ഏതായാലും പക്ഷെ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് പോവുകയാണോ നമ്മളുടെ വിദ്യാർത്ഥികൾ? ഷീബ, നമ്മുടെ കുട്ടികൾ 8ാം ക്ലാസ് എന്ന് പറയുമ്പോൾ ആ കുഞ്ഞ് എത്ര ചെറുതായിരിക്കും. നമ്മുടെ ആഹാരം വാരി കൊടുക്കുകയും മടിയിലിരുത്തി കളിപ്പിക്കുകയും ചെയ്യുന്ന പ്രായം എന്ന് പറയാം. 7ാം ക്ലാസ് കഴിഞ്ഞ ഇപ്പൊ 8ാം ക്ലാസ് ആയെന്ന് പറയുമ്പോൾ എത്ര ചെറുതായിരിക്കും ആ കുട്ടി. അതെന്ത് അനുഭവിച്ചിട്ടുണ്ടായിരിക്കണം. നമുക്ക് ഇത് പറയുമ്പോൾ ഒന്നും ഓർത്തെടുക്കാൻ പോലും പറ്റുന്നില്ല. ഒന്നും ഓർത്തെടുക്കാൻ അതിനുള്ള മനസ്സില്ല ഇപ്പൊ. ആർക്കും ഇതുപോലൊന്നും ഉണ്ടാകരുതെന്ന് പറഞ്ഞാ ഞങ്ങളിപ്പോ പോരാടുന്നത്. വീണ്ടും അതിന് ഒരു കുറവുമില്ല, കൂടുതലാണോ എന്നാണ്, കൂടുതൽ തന്നെയാണ് ഉണ്ടാകുന്നത്. കാരണം എന്തോ ഇവരൊക്കെ വീണ്ടും പഠിക്കുന്നു, വീണ്ടും കോളേജിൽ കയറാൻ വേണ്ടി പ്രവർത്തിക്കുന്നു, അതിനു വേണ്ടി സഹായിക്കാൻ ആളുകൾ നിൽക്കുന്നു. ഇതുപോലെ ഒരു കുടുംബം അല്ലെങ്കിൽ ഞങ്ങളെ സഹായിക്കാൻ പലരും, പല അമ്മമാരും അതിനു വേണ്ടി പ്രവർത്തിക്കുന്നു. അതിന്റെ ബാക്കിൽ നല്ല പോലെ ഒരു പ്രവർത്തനം നടത്തുന്നത് കൊണ്ട് ഇങ്ങനെയെങ്കിലും കൊണ്ടുപോകുന്നു. ഇല്ലെങ്കിൽ എന്ത് നടക്കും? അവര് സ്കൂളിൽ കയറി പഠിക്കും, എക്സാം എഴുതും. ആ ധൈര്യമാണ് ഈ കുട്ടികളെ വീണ്ടും വീണ്ടും ചെയ്യിപ്പിക്കുന്നത്. അതെ, ഇവിടെയും ഇപ്പോൾ ശ്രീമതി ഷീബ, ഇവിടെയും രതീഷ് പറയുകയായിരുന്നു, ഈ കുട്ടിയുടെ പിതാവ് പറയുകയായിരുന്നു, സ്കൂൾ അധികൃതർ ഈ വിഷയത്തെ എങ്ങനെയാണ് സമീപിച്ചത് എന്നത്. ഇത് നിങ്ങളൊരു വലിയ പ്രശ്നമാക്കി മാറ്റരുത് എന്നതിലേക്കാണ് അവർ പോകാൻ ശ്രമിച്ചത്. ഇത് നമ്മൾ നടപടിയൊക്കെ എടുക്കുമല്ലോ, അല്ലെങ്കിൽ എടുത്തിട്ടുണ്ടല്ലോ, ഇനിയിപ്പോൾ എന്തിനാണ് ഇതിങ്ങനൊരു വിഷയമാക്കുന്നത് എന്ന ഒരു നിലപാടിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നും അങ്ങനെ ഇതൊരു വലിയ പരാതിയാക്കണോ എന്ന ചോദ്യം ചോദിക്കുകയാണ്. ഇത് മുളയിലെ ആ തരത്തിലേക്കാണോ അതിനെ നുള്ളിക്കളയേണ്ടത് ഷീബ? ഇതിപ്പോ വെളിയിൽ അറിഞ്ഞു പോയാല് സ്കൂളിന്റെ, അത് ഏത് സ്കൂളും ആയിക്കോട്ടെ, സ്കൂളിന്റെ അല്ലെങ്കിൽ അവിടെ ഉള്ള ആളുകളുടെ അല്ലെങ്കിൽ അധ്യാപകരുടെയും അവരുടെയൊക്കെ പിടിപ്പുകേട്, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ഒരു വാർത്ത പുറത്ത് വന്നു കളയും. പിന്നെ ഉള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ആ സ്കൂളിന്റെ മാന്യത അതെല്ലാം പോയി പോകും എന്നുള്ളൊരു പേടി. ഇങ്ങനെ അടച്ച് മൂടി വെച്ച് എത്രയോ ജീവനുകൾ. ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഇങ്ങനെ റാഗിങ് എന്ന് പറഞ്ഞോ അങ്ങനെയൊന്നും അറിയില്ല. ഇപ്പൊ ഓരോ പാരന്റ്സും വന്നിട്ട് അവരുടെ കഥകളാവെന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെ നടക്കുന്നുണ്ട്, എന്തൊക്കെ പുറത്ത് വരുന്നില്ല, ഇത് ആരെ പേടിച്ച് പറയുന്നില്ല പുറത്ത്. ഇത് ഇങ്ങനെ പറയാതിരിക്കും തോറും അല്ലെങ്കിൽ മൂടി വയ്ക്കാൻ ശ്രമിക്കും തോറും കുറ്റകൃത്യങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. നമ്മളൊന്നും നന്നാക്കാമെന്ന് വിചാരിച്ചായിരിക്കാം ചിലപ്പോ അങ്ങനെ ചെയ്യുന്നത്. അവർ തന്നെ വീണ്ടും പ്രതികളായി വരുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു സംഭവം ഇവിടെ മൂടി വയ്ക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് അവരുടെ ഭാവി പോകുമെന്നൊക്കെ കരുതിക്കൊണ്ടാകാം അവരെ രക്ഷപ്പെടുത്താൻ, അവർക്ക് പ്രശ്നമുണ്ടാകരുത് എന്ന് കരുതി സ്കൂൾ അധികൃതരായാലും ഒക്കെ അവർക്ക് വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ എന്താണിത്? വളർന്നു വലുതാകുമ്പോൾ ഇവർ കുറച്ചുകൂടി കൂടിയ കുറ്റകൃത്യത്തിലേക്ക് പോകുന്നു എന്നതിനപ്പുറത്തേക്ക് ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? അതല്ലേ സിദ്ധാർത്ഥന് സംഭവിച്ചത്? അതെ, ആ ധൈര്യമാണല്ലോ. ഒന്നും അവർക്ക് കൂടെ നിൽക്കാൻ ആളുണ്ടെന്നുള്ള ധൈര്യമാണ് അവിടെ നടന്നത്. അതിനുവേണ്ടി അവിടുത്തെ അധ്യാപകർ വരെ സഹായിച്ചു എന്നുള്ളതാണ്. രണ്ടുപേരും ഇപ്പോൾ പ്രതിപട്ടികയിലുണ്ട് എന്ന്. പ്രതിപട്ടികയിലല്ല, അത് സസ്പെൻഷനിലാണ്. അവരെ വേണമെങ്കിൽ ഇന്ന് വേണമെങ്കിൽ തിരികെ എടുക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്, ഫുൾ സപ്പോർട്ടോട് കൂടെ. അവിടെ പറയുന്നത് ഒരു കുട്ടിയല്ലേ പോയോളൂ, ഇനിയും മറ്റുള്ളവരുടെ പഠിത്തം, മറ്റുള്ള അധ്യാപകരുടെ ജോലി ഇതൊക്കെ നോക്കണ്ടേ എന്ന. അപ്പൊ ആ ഒരു ജീവന് ഇത്രയും വിലയൊക്കെ കൊടുക്കുന്നുള്ളൂ. അതെ, അതായത് ഈ കുട്ടികളുടെ, ഇപ്പോൾ ഈ കുറ്റം ചെയ്ത കുറ്റവാളികളുടെ പഠനം തടസ്സപ്പെടരുത്, അവരുടെ ഭാവി ഇതിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ നഷ്ടമായ ജീവൻ ആര് മറുപടി പറയുമെന്ന ചോദ്യം, ആ ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. ഒരു കുടുംബമാണ്, ഒരു കുട്ടി മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങളാണ്, പ്രതീക്ഷകളാണ്. 10-20 വർഷം ഒരു അഡ്മിഷൻ എടുക്കാൻ വിടുന്ന പാട് ആ കുട്ടി എത്രമാത്രം സഹിച്ചോ അതുപോലെ ആ കുടുംബവും സഹിച്ചിട്ടുണ്ടായിരിക്കും, അല്ലേ?
അപ്പൊ അതിനൊരു വിലയില്ലാതെ അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെന്തിനു പഠിപ്പിക്കുന്നു? ആ ആ പഠിത്തത്തിന് ഒരു വിലയില്ല. അല്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് വന്ന ഒരു കോഴ്സിൽ കയറി, ഏത് കോഴ്സാണോ, പഠിത്തമാണോ, സ്കൂളാണോ, ഏതാണോ പഠിപ്പിച്ചെടുക്കുന്നതിന് പാട് തന്നെയാണ്. അവിടെ വരെ എത്തിയിട്ട് ഇവർ ഈ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് വീണ്ടും പഠിക്കാൻ വരുന്നുണ്ടെങ്കിൽ എന്ത് ധൈര്യം, ഇവർക്ക് എന്ത് ധൈര്യം കൊടുക്കുന്നു? അവര് എന്ത് വിലയാണ് ഈ പഠിത്തത്തിന് കൊടുക്കുന്നത്? എന്ത് മൂല്യബോധം കൊടുക്കുന്നു അധ്യാപകര്? തെളിവുകൾ നശിപ്പിക്കുന്ന അധ്യാപകർ ഇനി എന്ത് ചെയ്തുകൂടാ? അവരിനിയും പുറത്ത് പറയണ്ട എന്ന് പാരന്റ്സിന്റെ അടുത്ത് പറയുന്ന അധ്യാപകരുടെ അടുത്ത് നമ്മൾ എന്ത് പറയാനാണ്? നമ്മുടെ കുട്ടികളെ എവിടെ കൊണ്ട് ഏൽപ്പിക്കും? അതെ, അതാണ് ഇത്. ഇപ്പോൾ ഈ റാഗിങ്ങിലേക്ക് സ്പെസിഫിക് ആയി വന്ന ഡോക്ടർ മോഹൻ റോയ്, ഇതിന് പിന്നിലുള്ള മനഃശാസ്ത്രം എന്താണ്? ഇപ്പോൾ നല്ല റാഗിങ്, ചീത്ത റാഗിങ് എന്നൊക്കെ ഉണ്ടോ എന്ന ചോദ്യം. ഇതിൽ ചില കാര്യങ്ങളൊക്കെ ചിലർ പറയുന്നത് ചില സമയത്തൊക്കെ റാഗിങ് എന്നുള്ളത് പോസിറ്റീവായി മാറാറുണ്ട്. അതായത് ഇപ്പോൾ അന്തർമുഖരായിരിക്കുന്ന കുട്ടികളെ കുറച്ചുകൂടി പുറത്തേക്ക്, അവരുടെ ഷെല്ലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് പോസിറ്റീവായ റാഗിങ്, അതിനെ നമ്മൾ പിന്തുണയ്ക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യം വേറെയാണ്. പക്ഷേ ഇത് ചില വാദങ്ങളാണ്. ഞാൻ താങ്കളോട് സംശയമായി ചോദിക്കുകയാണ്, അങ്ങനെയുള്ളവരെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിന്, ചിലരുടെ കഴിവുകൾ പുറത്തേക്ക് കൊണ്ടുവരുന്നതിനൊക്കെ പോസിറ്റീവ് തരത്തിൽ ഉള്ള റാഗിങ് ഉണ്ട് എന്ന് പറയുന്നവരുണ്ട്. അത് നല്ലതാണ് എന്ന് പറയുന്ന ചില വാദമുഖങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പം നമ്മൾ ഈ കേട്ടുവരുന്നതൊന്നും ഇതല്ല, ഇത് ആക്രമണമാണ്. ഇത് നമ്മൾ എങ്ങനെയാണ്, ഇതിൻ്റെ പിന്നിലുള്ളൊരു മനഃശാസ്ത്രം എന്താണ് ഡോക്ടർ മോഹൻ റോയ്? അല്ല, വളരെ രസകരമാണ് ഈ കാര്യം. അതായത് നല്ല കൊലപാതകവും ചീത്ത കൊലപാതകവും ഉണ്ടോ? അതായത് സമൂഹത്തിന് കുഴപ്പക്കാരായ കുറച്ച് പേരെ അങ്ങ് കൊന്നാൽ അത് നല്ല കൊലപാതകമാണ്. അല്ല, അങ്ങനെയല്ല, ഗുണം ചെയ്യുന്ന ആൾക്കാരെ കൊന്ന ചീത്ത കൊലപാതകം എന്ന് പറയുന്നത് പോലെ തന്നെ ബാലിശവും അശാസ്ത്രീയവുമായ ഒരു വാദമാണ്. നോക്കൂ, ഈ റാഗിങ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ശരീരത്തിൻ്റെ പുറത്തുള്ള, മനോനിലയുടെ പുറത്തുള്ള ഒരാക്രമണമാണ്. ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഉണ്ടാവാൻ പോകുന്നില്ലെന്നേ. നമ്മളെന്താ വിചാരിക്കുന്നത്? അന്തർമുഖത, അല്ലെങ്കിൽ നിങ്ങൾക്കത് സോഷ്യൽ ആങ്സൈറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻട്രോവേർട്ടായ വ്യക്തിത്വ പ്രശ്നമായിരിക്കും. ഇതിനൊക്കെ ശാസ്ത്രീയമായ ചികിത്സകളുണ്ടെന്നേ. ഇതൊക്കെ ചികിത്സിക്കാനാണോ മുതിർന്നവർ? ഇനി ഇതൊക്കെ ചികിത്സിക്കാനാണ് റാഗ് ചെയ്യുന്നതെങ്കിൽ ഈ ചെയ്യുന്നവർക്ക് ഇതൊന്നും ഇല്ല എന്നാണോ? ഇനി ഇവരാണോ ഇത് നടത്താൻ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ? ഇതൊക്കെ വെറും, നമ്മുടെ ഈ പുതിയ ജനറേഷൻ്റെ ഭാഷ എടുത്തു കഴിഞ്ഞാൽ വെറും വാഴവാദമാണെന്ന് പറയേണ്ടി വരും. ഇനി ഈ വാഴവാദത്തെ അനുകൂലിക്കുന്ന കുറേ പേരുണ്ട് കേട്ടോ. അതിൽ നിർഭാഗ്യവശാൽ പല കോളേജുകളിലെയും, പ്രൊഫഷണൽ കോളേജുകളിൽ ഉൾപ്പെടെ അധ്യാപകന്മാരും അധ്യാപികമാരും ഉണ്ട്. ഇതിൻ്റെ കുഴപ്പം എന്താണെന്നറിയാമോ? ഇത് നമ്മൾ ഈ വിഷയം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് വ്യക്തമായിട്ട് മനസ്സിലാവും. അതായത് ഈ ഇര വേട്ടക്കാരനാവുന്ന ഒരു സ്വഭാവമുണ്ട് ഒരു കോളേജിൽ. ഇത് പണ്ടേ തുടരുന്നു എന്ന് വിചാരിക്കുക. ഈ റാഗിങ് എന്ന് പറയുന്ന ഈ കലാപരിപാടി നിർത്തണമെന്നുണ്ടെങ്കിൽ 2 3 ബാച്ചിൽ അതങ്ങ് ഇല്ലാതാക്കണം. അല്ലാതെ ഇത് കിട്ടിയവൻ ഇനി ഭാവിയിൽ കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് നടക്കും. അതാണ് പലയിടത്തും ഈ സംഭവിക്കുന്നത്. മുൻപ് ഒരിക്കൽ റാഗിങ്ങിന് ഇരയായിട്ടുള്ള ഒരാൾ പിന്നീട് അതൊരു പ്രതികാര മനോഭാവത്തോടെ അടുത്തയാൾക്ക് ഞാനിത് കൊടുത്തിരിക്കും എന്ന ആ ഒരു മനോഭാവം, അതും ഒരു പ്രശ്നമാകാറുണ്ട് അല്ലേ? അതെന്ത് അപകടമാണെന്നറിയാമോ യഥാർത്ഥത്തിൽ? അതിനെന്താ ചെയ്യേണ്ടത്? ഈ റാഗിങ് എന്ന് പറഞ്ഞ പരിപാടി ഇടപെട്ട് അങ്ങ് നിർത്തലാക്കണം. സംവിധാനങ്ങൾ തന്നെ ഇടപെടണം. ഇപ്പോൾ പ്രൊഫഷണൽ കോളേജുകളിലൊക്കെ ഇപ്പോൾ അഡ്മിഷൻ തുടങ്ങിയ സമയത്ത് പല പ്രൊഫഷണൽ കോളേജുകളിലും ഹോസ്റ്റലുകളിൽ ഫാക്കൽറ്റി രാത്രി സന്ദർശിക്കണം. ഫാക്കൽറ്റി രാത്രി സന്ദർശിക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ ജോലി ചെയ്യുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ഇപ്പോൾ ജോലി ചെയ്യുന്ന കൊല്ലം മെഡിക്കൽ കോളേജിലും ഉൾപ്പെടെ ഇത്തരത്തിൽ ഫാക്കൽറ്റി മെമ്പർമാർ കോളേജുകളിൽ ഹോസ്റ്റലുകൾ സന്ദർശിക്കേണ്ടതുണ്ട്. അവിടെ അവർ ഒപ്പിടേണ്ടതുണ്ട്. അവിടെ അവർ കുട്ടികളുമായി അതൊക്കെ നടക്കുന്നുണ്ടോ ഡോക്ടർ മോഹൻ റോയ്? ഇപ്പം നമ്മൾ ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായത്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമുക്കത് എന്തൊക്കെയാണ് അവിടെ ആ കുട്ടികൾ ചെയ്തു കൂട്ടിയത് എന്നത് പറയാൻ പോലും നമുക്ക് പറ്റില്ല. അത്രയ്ക്ക് ഹീനമായ തരത്തിലായിരുന്നു റാഗിങ് എന്ന പേരിൽ അവർ കാണിച്ചു കൂട്ടിയത് അവിടെ. പക്ഷെ വാർഡനൊന്നും ഇതൊന്നും അറിയുന്നില്ല എന്നാണ് അവർ അന്ന് പറഞ്ഞത്. അല്ല, അവിടെ അന്വേഷണം നടത്തിയപ്പോൾ വ്യക്തമായത് അതാണ്. അതിൻ്റെ പുറത്ത് ശക്തമായ മാതൃകാപരമായ നടപടികൾ സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിന് ഒരു ഫാക്കൽറ്റി മെമ്പർ, ഞാനങ്ങ് വ്യക്തമായി പറയട്ടെ, ഞാനും മെഡിക്കൽ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ തന്നെ, ഒരു ഫാക്കൽറ്റി മെമ്പർ ഇതിന് കുടപിടിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ടിയാനും ഇത് പണ്ട് കിട്ടിയിട്ടുണ്ടാവും, അല്ലെ ടിയാൻ ഇത് കൊടുത്തിട്ടുള്ള ആളാവും. അപ്പോൾ അന്ന് കിട്ടിയതിൻ്റെ ഇത് ഇവനുമൊക്കെ ഇത് ഇച്ചിരി കിട്ടട്ടെ, അല്ലെങ്കിൽ ഇതൊക്കെ അങ്ങ് കിട്ടിയാൽ നന്നാവുമെന്ന് വിചാരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ വാഴവാദത്തിനപ്പുറം മറ്റൊന്നുമല്ല. ഇത് യഥാർത്ഥത്തിലൊരു മാനസിക പ്രശ്നമായി കാണേണ്ടതുണ്ട്.
മനസ്സിലാക്കേണ്ടതുണ്ട്. സീറോ ടോളറൻസ് പോളിസിയാണ് റാഗിങ്ങിനെതിരായിട്ട് വേണ്ടത്. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അതോടൊപ്പം തന്നെ കുട്ടിയുടെ പിതാവ് ഇവിടെയുണ്ട്. യഥാർത്ഥത്തിൽ ഞാനത് വേറൊരു പോയിന്റിനും കൂടി പറയാനിരുന്നതാണ്. ഇത് കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന് പറയുന്ന പോലെ നോക്കൂ, പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കുട്ടി, ഒരു പിതാവ് പരാതി കൊണ്ടുപോയാൽ എന്താ അവിടുത്തെ പോലീസ് സംവിധാനം ചെയ്തത്? നോക്കൂ, ബാലസൗഹൃദ സംവിധാനമാണെന്ന് നമ്മൾ പറഞ്ഞത്. സംവിധാനങ്ങൾ മുഴുവൻ ബാലസൗഹൃദമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. പിതാവ് പറഞ്ഞനുസരിച്ച് 3:30 മണി മുതൽ 9:00 മണി വരെ കുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തലാണോ നമ്മുടെ നാട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സൗഹൃദ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്? അതിന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും സംസ്ഥാന ബാലാവകാശ കമ്മീഷനും ഉൾപ്പെടെയുള്ളവർ ഇടപെടേണ്ടതും ശക്തമായ നടപടിയെടുക്കേണ്ടതുണ്ട്. അത് പോലീസുകാർക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടോ? നമുക്ക് ചൈൽഡ് ഫ്രണ്ട്ലി പോലീസ് സ്റ്റേഷനുകൾ എന്ന കോൺസെപ്റ്റ് എത്രയോ നാളായിട്ട് വരികയും അതിൻ്റെ പരിശീലന പരിപാടികൾ നടത്തുകയും ചെയ്തിട്ടുണ്ടെന്ന്. എന്നിട്ടും ഇതൊക്കെ മനസ്സിലായില്ലെങ്കിൽ ദേ ഷുഡ് ലേൺ എ ഹാർഡ് ലെസൺ. അത് കൃത്യമായി തന്നെ അവരെ പഠിപ്പിക്കേണ്ടി വരും. അപ്പോൾ ഇതിലെവിടെയൊക്കെയാണ് ബാലാവകാശ ലംഘനം നടത്തിയിരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കുട്ടിയുടെ പുറത്ത് അതിക്രൂരമായ ആക്രമണം ഉണ്ടാകുന്നു. ബോധം കെട്ട ഒരു കുട്ടിയെ എടുത്തുകൊണ്ട് ഈ മുറിയിൽ കൊണ്ട് കിടത്തുമ്പോൾ പോലും അതിലുള്ള ആർക്കും തോന്നുന്നില്ല ഇതൊരു വൈദ്യശാസ്ത്രപരമായ പ്രശ്നം ഇതിലുണ്ടായിരിക്കുമെന്ന്. എന്നിട്ട് ഈ വീട്ടുകാരെ കൃത്യമായി അറിയിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് അവരുടെ കൂടെ സംവിധാനങ്ങൾ നിൽക്കുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ ഇത് എത്ര സ്ഥലത്താണ് ഒരു കുട്ടിയുടെ അവകാശത്തിന് പുറത്തുള്ള ലംഘനം നടന്നിരിക്കുന്നത്? ഇത് കൃത്യമായി ഇടപെടേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, ഞാനിപ്പോൾ ജവഹർ നവോദയ സ്ഥാപനങ്ങളെ അങ്ങ് അടച്ചാക്ഷേപിക്കുകയൊന്നുമില്ല. പക്ഷേ നമ്മൾ ഈ മേഖലയിലൊക്കെ നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഈ സ്ഥാപനത്തെക്കുറിച്ച് വളരെ കൃത്യമായ പരാതികൾ പലയിടത്തും അവിടെ പഠിക്കുന്ന കുട്ടികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാനിത് കേട്ടിട്ടുണ്ട്. അതിലുള്ള ട്രോമയും മറ്റും ഉണ്ടായിട്ടുള്ള കുട്ടികളെ ഞാൻ കാണുകയും അവരുടെ ചികിത്സ നടത്തുകയും ചെയ്തിട്ടുള്ള ഒരാൾ കൂടിയാണ്. യഥാർത്ഥത്തിൽ ഈ സംവിധാനം കൃത്യമായി ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്, പരിശോധിക്കേണ്ടതുണ്ട്. ഇനി ഏറ്റവും രസം അതല്ല, എനിക്ക് ആ പ്രിൻസിപ്പൾ പറഞ്ഞ വാക്കാണ് വളരെ ഇഷ്ടപ്പെട്ടത്. ഞാൻ ഇന്നേ ചാർജ് എടുത്തുകൊള്ളുന്നു. സാർ, താങ്കൾ ഇന്നല്ല ഈ സമയത്താണ് ചാർജ് എടുത്തതെങ്കിലും അവിടെ ഒരു അപകടം നടന്നാൽ എന്താണ് താങ്കൾ ചെയ്യേണ്ടതെന്ന് താങ്കളെ ആ സംവിധാനം പഠിപ്പിച്ചില്ലെങ്കിൽ ഒന്നുകിൽ താങ്കൾക്ക് എന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ ആ സംവിധാനത്തിന് ഗുരുതരമായ പ്രശ്നമുണ്ട്. അതെ, അപ്പോൾ ഈ കുട്ടികളെ സസ്പെൻഡ് ചെയ്തു എന്നുള്ളത് അവർ ആദ്യമേ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിനപ്പുറത്തേക്ക് എന്താണ് എന്നൊരു ചോദ്യം. നമ്മളിന്നിപ്പോൾ ആലപ്പുഴ ചെന്നിത്തലയിൽ നവോദയ സ്കൂളിൽ ഒരു കുട്ടിക്ക് നേരിടേണ്ടി വന്ന അതിക്രൂര റാഗിങ്ങിൻ്റെ വിഷയം ചർച്ച ചെയ്യുകയാണ്. ഇത്തരത്തിൽ മുൻപും കുട്ടികൾ ഇങ്ങനെ അനുഭവത്തിനിരയായിട്ടുണ്ട് എന്ന വാർത്ത കൂടി വരുമ്പോൾ അങ്ങനെ ഒരു റാഗിങ്ങിനിരയായ കുട്ടിയുടെ പിതാവ് പ്രിൻസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പ്രിൻസ്, താങ്കളുടെ മകൻ ഇപ്പോഴവിടെ പഠിക്കുന്നുണ്ടോ? മാഡം, എന്റെ കുട്ടി അവിടെ പഠിക്കുന്നുണ്ട്. എന്റെ മോന്റെ പേര് കാർത്തിക് എം പ്രിൻസ് എന്നാണ്. അവിടെ ഇപ്പം 8ാം ക്ലാസ്സിൽ അവൻ പഠിക്കുന്നു. ഈ തൊട്ടു മുമ്പുണ്ടായ ഈ വിഷയത്തിൽ എന്റെ മോൻ അതിനകത്ത് ഇരയായ ഒരു കുട്ടിയാണ്. അതെ, ഇപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ രതീഷ് ഇവിടെ തത്സമയം ഇരിപ്പുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, മോൻ അങ്ങോട്ടേക്ക് ചെല്ലുന്ന സമയത്ത് മറ്റു ചില കുട്ടികൾ ഇതുപോലെ തന്നെ ആക്രമണത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കൂടെയുള്ള കുട്ടിയാണോ പ്രിൻസ്? അല്ല, എന്റെ മകൻ പ്രിൻസ് എന്ന് പറഞ്ഞ ഞാനാണ്, അച്ഛനാണ്. എന്റെ മകൻ കാർത്തിക്. കൂടെയുള്ള ആളാണോ കാർത്തിക്? കൂടെ ഉണ്ടായിരുന്ന ആളാണ് കാർത്തിക്, എന്റെ മകൻ. അവൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഈ രണ്ടുപേരെയും കൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. എന്നിട്ട് നല്ല രീതിയിൽ മർദ്ദനം കൊടുത്തതിന് ശേഷം, അതായത് കട്ടിലേലും ബെഡിന്റെ അടക്കം തല ചേടി വെച്ചിട്ടാണ് നല്ല രീതിയിൽ ഇടിക്കുകയും അതുപോലെ തന്നെ കർണക്കുറ്റി നോക്കി അടിക്കുകയും വയറ്റിട്ട് ചവിട്ടുകയും തൊഴിക്കുകയും എല്ലാം ചെയ്തത്. എന്നിട്ട് ആരെങ്കിലും ആരാണിത് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അദ്വൈതിന്റെ പേര് പറയൂ എന്നുള്ള രീതിയിലാണ് ആ സീനിയേഴ്സ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അദ്വൈത് ആരാണ്? അദ്വൈത് എന്ന് പറഞ്ഞാൽ രതീഷിന്റെ മകൻ. ഓ, അത് ശരി. അദ്വൈതിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്വൈതിന്റെ പേര് പറയണമെന്ന് ഇവർ പറയുകയാണല്ലേ ഈ ആക്രമിച്ച എന്ന് പറഞ്ഞാൽ ഒരു ഗാങ്ങിസമാണ്, ഒരു ഗ്രൂപ്പിസമാണ്, അതൊരു ഹീറോയിസമാണ്. അത് നമ്മൾ സിനിമാ കഥ കേൾക്കുന്നത് പോലെ മറ്റുള്ളവരുടെ പേരിൽ എഴുതി വെക്കുക എന്ന് പറയുക കൂട്ടുകാരനെ അത് ഇതാക്കുന്ന ഒരു രീതിയിലുള്ള ഒരു പ്രവണതയാക്കിയാണ് അവരുടെ ഒരു ക്യാരക്ടർ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. അദ്വൈതും കാർത്തിക്കും ഒരേ സമയമാണോ, ഒരുമിച്ചാണോ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് എന്നാണ് പറഞ്ഞത്? എന്നാണ് മറ്റേ ഒരു എന്താ പറയാ, ഉദയഗിരി എന്ന് പറയുന്ന ഒരു ഹൗസിലെ അവിടുത്തെ ഒരു കുട്ടീനെ പറഞ്ഞു വിട്ടിട്ടാണ് നിങ്ങൾ അങ്ങോട്ട് ചെല്ലാൻ പറയുന്നത്. അങ്ങനെ പോകുമ്പോഴാണ് ഇവർ രണ്ടുപേരും, അദ്വൈതും കാർത്തിക്കും കൂടിയാണ് പോകുന്നത്. അറ്റ് എ ടൈമിൽ ഇവർ രണ്ടുപേരുമാണ് മർദ്ദനത്തിൽ ഇരയാകുന്നത്. ഇവർ രണ്ടുപേരും കൂട്ടുകാരാണ്. എന്നാൽ ഈ മർദ്ദനത്തിന് ശേഷം ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് അങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചാൽ അത് അദ്വൈത് ഇടിച്ചതാണ് എന്ന് പറയാനായിട്ട് കാർത്തികിനോട് പറഞ്ഞിരിക്കുകയാണ് ഈ സീനിയർ. അദ്വൈതിനോട് ചോദിച്ചതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടായിരുന്നോ കാർത്തിക്കിനെയും മർദ്ദിച്ചത്?
എന്നാണ് കാർത്തിക് പറഞ്ഞത്. അതായത് രണ്ടുപേരും കൂടെയാണോ നിങ്ങൾ കിടക്കുന്നത്, ബെഡിൽ കിടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ കാർത്തിക് പറ അതെ, അത് നമ്മുടെ വാർഡൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, സ്ഥലമില്ലെങ്കിൽ നിങ്ങൾ അവിടെ കിടക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യനിങ്ങൾ ചോദിക്കുക. അവരാഗ്രഹിക്കുന്ന ചോദ്യത്തിലേക്ക് ആൻസറിലേക്ക് ഇല്ലെങ്കിൽ അടിയും മർദ്ദനവും ചവിട്ടും ഒക്കെ ആയിരുന്നു. എന്റെ ഇതിനു മുൻപ് അങ്ങനെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ടൊന്നും കാർത്തിക് പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? ഇത് ബേസിക്കലി ഇവരാരും ഒന്ന് തുറന്നു പറയില്ല. അതാണ് അതിന്റെ ഒരു മറ്റ് വശം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അവരങ്ങനെ പേടിച്ചിട്ട് തന്നെ, അതായത് ഇങ്ങനെയുള്ള സീനിയേഴ്സിന്റെ ഒരു പേടി കൊണ്ട് അവർ അങ്ങനെ പറയാറില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ പല പേരൻസും പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇത് ആദ്യത്തെ സംഭവമല്ല, ഇത് ഇങ്ങനെ നാളുകളായിട്ട് ഉള്ളതാണ്, അത് സ്കൂൾ അധികൃതർ അത് ഒതുക്കുവാണ് എന്നുള്ളതാണ്. പക്ഷെ അത് ഇനി ഭാവിയിൽ ഒരു കുട്ടിക്ക് പോലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അപ്പൊ അതിനുശേഷം ഇപ്പോ അദ്വൈത് ബോധരഹിതനായി പോയി. അപ്പൊ അതൊക്കെ കാർത്തിക് കണ്ടിരുന്നോ? കാർത്തിക് പിന്നെ തീർച്ചയായിട്ടും അവർ കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ ഞാൻ ഫാദറാണ്, കാർത്തിക് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അവരെല്ലാം കണ്ടതാണ്, അവരെല്ലാം മനസ്സിലാക്കിയ കാര്യമാണല്ലോ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും. എന്നിട്ട് അവർ വൈദ്യസഹായം നൽകാൻ തയ്യാറല്ല. അപ്പൊ ആദ്യം ഈ മർദ്ദിച്ച കുട്ടികൾ തന്നെ ഇത് കണ്ടപ്പോ ഒന്ന് പേടിച്ചു, അവര് തന്നെ കാലൊക്കെ തിരുമ്മി. പക്ഷെ എന്നാൽ പോലും ഫസ്റ്റ് എയ്ഡ് പോലും കൊടുക്കാൻ അവിടുത്തെ അധികൃതർ തയ്യാറായില്ല അല്ലേ? അധികൃതർ തയ്യാറായില്ല. അദ്വൈത് ബോധരഹിതനായിട്ട് കിടക്കുകയും അതിനുശേഷമാണ് മറ്റ് ജീവനക്കാരൊക്കെ വരികയും അവരെ വൈദ്യസഹായത്തിന് പോലും കൊണ്ടുപോയില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അത് ഇനി അങ്ങനെ വരാൻ പാടില്ല. അതിനുവേണ്ടിയാണ് ഈ രീതിയിൽ നമുക്ക് ഇടപെടൽ ഉണ്ടാകേണ്ടത്. അതെ. ഇപ്പോ നിങ്ങൾ എന്താണ് ഇതിലിപ്പോ ഈ ഒരു തുടർ നടപടി എന്ന തരത്തിലേക്ക് ഇനിയിപ്പോ തുടർ നടപടികൾ എന്ന് പറഞ്ഞാൽ മാഡം, എന്താ പറയാ, റാഗ് ചെയ്ത കുട്ടികൾ 6 പേരടങ്ങുന്ന 11ാം ക്ലാസ്സിലെ സീനിയേഴ്സ് ഇനി ആ സ്കൂളിൽ പഠിക്കാൻ പാടില്ല. ആ ഒരൊറ്റ തീരുമാനത്തിൽ മേലാണ് നമുക്ക് അങ്ങനെ നിരവധി മാനദണ്ഡങ്ങൾ നമ്മൾ വെച്ചിരുന്നു. പിന്നെ എന്താ പറയാ, ഈ 11ാം ക്ലാസ്സിലെ കുട്ടികളും 8, 9, 11 ഈ 3 ക്ലാസ്സുള്ള കുട്ടികളുമാണ് അവിടെ ഇവർ ഡോർമെറ്ററിയിൽ കിടക്കുന്നത്. അതിൽ 11ാം ക്ലാസ്സിലെ കുട്ടികളെ അവിടുന്ന് മാറ്റണം. അങ്ങനെ 8, 9 ക്ലാസ്സിലുള്ള കുട്ടികളെ മാത്രം അവിടെ കിടത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനവും, അതുപോലെ ഈ 6 കുട്ടികൾക്കുള്ള അവിടെ പഠിക്കാൻ പറ്റില്ല. പിന്നെ അങ്ങനെയൊക്കെയുള്ള നൈറ്റ് വാച്ച് സസ്പെൻഷനിലാണ്. ഇപ്പൊ നിലവിൽ അവർക്ക് സസ്പെൻഷൻ കൊടുത്തിരിക്കുകയാണ്. ഇപ്പം നവോദയയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ട് സസ്പെൻഷൻ 10 ദിവസം സസ്പെൻഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവരികയാണ്. ഇത് കുട്ടികൾക്ക് ഒരു മനോഭാവം, എന്ത് ചെയ്താലും ഈ 10 ദിവസം തിരിച്ചു വരും എന്നൊരു മനോഭാവം ഉണ്ട്. ഇത് അതുമേൽ നമ്മൾ എന്താ പറയാ, ഇങ്ങനെയൊക്കെയുള്ള റാഗിംഗ് സിസ്റ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവർക്കതൊരു പാഠമായിരിക്കണം. വരുന്ന കുട്ടികൾക്ക് ഇനി അതൊരു മാതൃകയായിട്ടത് എന്താ പറയാ, നമ്മുടെ നടപടികൾ മാതൃകയായിട്ട് മാറണമെന്നാണ് നമുക്ക് ഈ ഒരു വേളയിൽ പറയാനുള്ളത്. കാരണം സസ്പെൻഷൻ ഇരിക്കുന്ന ഒരു കുട്ടി തിരിച്ചു വന്ന് 10 ദിവസം കഴിഞ്ഞ് വരും. അത് കഴിഞ്ഞാൽ പിന്നെ റെഗുലർ ആയിട്ട് അവർ പോകും, എക്സാമിനേഷൻ കഴിയും ആസ് യൂഷ്വൽ. പക്ഷെ അതല്ല, മറിച്ച് അവർക്ക് നടപടി ഇതൊരു വലിയ പരാതിയാക്കി മാറ്റുന്നത് എന്തിനാണ് എന്നൊരു നിലപാട് പ്രിൻസിപ്പൽ സ്വീകരിച്ചോ? താങ്കളൊക്കെ സംസാരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു അവരുടെ? തീർച്ചയായിട്ടും പ്രിൻസിപ്പൾ അതിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. ബിക്കോസ് മാഡം 2 മണിക്കൂറേ ആയുള്ളായിരുന്നു വന്നിട്ട്. ഇന്നലെയാണ് സംഭവം നടക്കുന്നത്. മീൻസ് ഞങ്ങളുടെ ചേംബറിൽ മാഡം ഇന്നലെ വന്നിട്ട് 2 മണിക്കൂറേ ആയിട്ടില്ലായിരുന്നു. മാഡം അഡ്മിറ്റ് ചെയ്തു. മാഡം അത് വളരെ കാര്യക്ഷമമായിട്ട് ഈ വിഷയത്തെ അന്വേഷിച്ചുകൊണ്ട് അവർക്ക് നടപടി എടുക്കും. നടപടി എന്ന് പറഞ്ഞാൽ മറ്റ് JNVയിലേക്ക് ഇവരെ മാറ്റും, അല്ലെങ്കിൽ അവർക്കെതിരെ എന്തായാലും ഇവരെ പഠിപ്പിക്കില്ല എന്ന് ഉറപ്പ് തന്നതിൽ മേലാണ് ഞങ്ങൾ നയപരിപാടികൾക്കായിട്ട് മുമ്പോട്ട് പോകാഞ്ഞത്, മറ്റു മീഡിയ ആയിട്ട്. പക്ഷെ രതീഷ് വളരെ നേരത്തെ തന്നെ സ്കൂളിൽ വന്നുകൊണ്ട് ആ വിഷയം വന്നുകൊണ്ട് രതീഷാണ് പിന്നെ അത് മെഡിക്കലും പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ആയിട്ട് പോയത്. പക്ഷെ ഞങ്ങൾ 4:30 ആയപ്പോഴാണ് ഞങ്ങൾ പേരൻസ് കുറച്ചുപേരോടെ വന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും സ്കൂൾ അധികൃതർ ഞങ്ങൾ അവിടെ ചേംബറിൽ ഇരുത്തി കാര്യങ്ങൾ സംസാരിച്ചു, ഒത്തുതീർപ്പ് ലെവലിലേക്ക് പോയി. അതായത് ഞാൻ ഇത് പുതിയതായിട്ട് വന്ന ഒരാളാണ്, ഞാൻ പഠിച്ചിട്ട് ഞാൻ ഭാവിയിൽ ഇങ്ങനെ ഉണ്ടാവില്ല എന്ന് അവർ ഉറപ്പ് തരികയും ഈ കുട്ടികളെ ഇനി എന്താണെങ്കിലും ഇവിടെ പഠിപ്പിക്കില്ല എന്ന് ഇന്റേണൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ മേൽ അവർ നടപടി എടുക്കും. റീജിയണൽ ഓഫീസിലേക്ക് ഡൽഹിക്ക് പരാതി കൊടുത്ത് അത് ഉടൻ തന്നെ ആ നടപടി എടുക്കുമെന്ന് ഉറപ്പ് തന്നതിൽ മേലാണ് ഞങ്ങൾ അവിടുന്ന് പോകുന്നത്. ഞങ്ങൾ ഇന്നലെ രാത്രി 9 മണി വരെ അവിടെ ഉണ്ടായിരുന്നു. അതെ, ഇത് ശരിക്കും ഇതിൽ നിയമമൊക്കെ ഉണ്ട്. നമ്മുടെ നിയമസഭ പാസ്സാക്കിയിട്ടുള്ള നിയമമുണ്ട്, റാഗിംഗ് നിരോധന നിയമമുണ്ട്. അതിൽ 2 വർഷം വരെ തടവ്, 10,000 രൂപ വരെ പിഴ, ഇതൊക്കെയാണ്. ഇത് കുറ്റക്കാരാണെന്ന് തെളിഞ്ഞാൽ അത്തരത്തിലേക്കുള്ള ശിക്ഷാ നടപടികളൊക്കെ ഉണ്ട്. കൂടാതെ പോലീസ് കേസ് ആണെങ്കിൽ 10,000 രൂപ മുതൽ 2.5 ലക്ഷം രൂപ വരെ പിഴ ലഭിക്കുന്ന അങ്ങനെയൊക്കെയുള്ള നിയമം നമ്മുടെ നാട്ടിലുണ്ട് വർഗീസ്. പക്ഷേ അത് അതേ രീതിയിൽ നടപ്പാക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് സംശയം.
അതാണ് തീർച്ചയായിട്ടും. നമുക്ക് ഇന്നലെ ഈ സംഭവം വെളിയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ അടുത്ത ബാച്ചിനെ അവര് തുറന്നു വിളിക്കും. അടുത്ത ബാച്ചിനെ വിളിച്ചുകൊണ്ട് ഇതുപോലെ തന്നെ മർദ്ദിക്കും എന്നുള്ളതാണ് നീലഗിരി ഹൗസിൽ നിന്ന് കുറച്ച് പേര് ഞങ്ങളോട് പറഞ്ഞത്. അങ്ങനെ ഞങ്ങളൊക്കെ അതുകൊണ്ട് അവർക്ക് പേടിയാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവിടെ പേടിയായിട്ട് അവർ ഇരിക്കുകയാണ്. അപ്പൊ അത് എത്രയും പെട്ടെന്ന് നമ്മൾ ശ്രദ്ധയിൽ പെടുത്തിയെന്ന് പറഞ്ഞാൽ അത് നമുക്കറിയില്ല, അവർ പറയുന്നത് നമുക്ക് അറിയത്തുള്ളൂ. അപ്പൊ ഇതിങ്ങനെ തുടർന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ശ്രദ്ധയിൽ പെട്ടത് കൊണ്ടാണ് ഇതൊന്ന് ഭാവിയിൽ ഉണ്ടാകാൻ പാടില്ല. അതെ, ഇതിനു മുൻപ് വളരെ നന്ദി പ്രിൻസ് പ്രതികരിച്ചതിന്. ഇപ്പോൾ ഇതിനു മുൻപും ഇത്തരം സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഇത്തരം സംഭവങ്ങൾക്ക് ഇരയായിട്ടുള്ള ആളുകൾ അവരുടെ കുടുംബാംഗങ്ങൾ സംസാരിക്കാൻ തയ്യാറായി വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ന്യൂസ് ഈവനിങ്ങിൽ തന്നെ അടുത്ത ഒരു പിതാവ് നമുക്കൊപ്പം ചേരുകയാണ്. വർഗീസ് എന്നാണ് ആ പിതാവിന്റെ പേര്. നമസ്കാരം വർഗീസ്, താങ്കളുടെ മകനാണോ മകളാണോ അവിടെ പഠിച്ചത്? മകളാണുള്ളത്. ഇപ്പോൾ പഠിക്കുന്നുണ്ടോ അവിടെ? പഠിക്കുന്നുണ്ട്, 8ാം ക്ലാസ്സിൽ ഈ കുട്ടികളോടൊപ്പം തന്നെ പഠിക്കുന്നുണ്ട്. അപ്പോൾ മകൾക്ക് എന്താണ് ഇത്തരം അനുഭവങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ, അതോ ഇത് കണ്ടിട്ടുണ്ടോ? ഇവള് അറിഞ്ഞിട്ടുള്ളതേ ഉള്ളൂ. ഞാനല്ലാതെ ഇതിനു മുമ്പ് അവിടെയുള്ള പേരൻസ് പലരും, ഞാൻ ഈ കുട്ടിയെ എന്റെ മകളെ അവിടെ ചേർക്കുന്നതിന് മുമ്പ് പലരുമായിട്ടും ഈ കാര്യം അവിടുത്തെ സാഹചര്യങ്ങളെ കുറിച്ച് അന്വേഷിച്ചിരുന്ന സമയത്ത് വളരെ പോസിറ്റീവ് അല്ലാത്ത റെസ്പോൺസാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്നാലും നമ്മൾ എന്റെയൊക്കെ ചെറുപ്പത്തിലെ ഈ നവോദയ എന്ന് പറയുന്ന ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. ആ ഒരു ഇതിന്റെ പുറത്ത് ആണ് ഈ കുട്ടികളെ നമ്മൾ അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ അവിടെ ഞാൻ ഈ രതീഷിനെയും കാർത്തികിന്റെ അച്ഛനെയൊക്കെ അഭിനന്ദിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അവര് ഇങ്ങനൊരു ബൈറ്റ് കൊടുക്കാൻ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാനൊക്കെ തയ്യാറായി മുന്നോട്ട് വന്നതിൽ. അതായത് കഴിഞ്ഞ കാലങ്ങളായി ഇത് ഇത്തരത്തിലേക്കൊക്കെയുള്ള സംഭവങ്ങളോട് നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചില അനുഭവസ്ഥർ പറഞ്ഞ് നിങ്ങൾക്കറിയാവുന്നത്. അവിടുത്തെ പഴയ പേരൻസിനെ നിങ്ങൾ ലിസ്റ്റ് എടുത്ത്, അപ്പം നിങ്ങളുടെ സ്റ്റുഡിയോയിൽ നിന്ന് ലിസ്റ്റ് കിട്ടത്തിലായിരിക്കും. അവിടെ സ്കൂളിൽ അന്വേഷിച്ചാൽ പഴയ പേരൻസിനെ പലരെയൊക്കെ ബന്ധപ്പെടാൻ കഴിയും. അങ്ങനെ അവരോട് നിങ്ങൾ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ അവരുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളതിനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങളൊക്കെ അവർ തരാൻ തയ്യാറാവും. അത് എനിക്ക് നല്ല ബോധ്യമുള്ളതാണ്. അതെ, അപ്പോൾ ഇതിൽ ഈ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇത്തരം കാര്യങ്ങൾക്കെതിരെ ഒന്നും ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല എന്നൊരു പരാതി ഉണ്ടോ? സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇപ്പൊ ഏത് സ്കൂളാണെന്നുണ്ടെങ്കിലും ഈ നവോദയ എന്നല്ല, ഏത് സ്കൂളാണെന്ന് പറഞ്ഞാലും അവരുടെ അധികൃതർ അവരെന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ വയനാട്ടിലെ ഉണ്ടായ സംഭവം, പുതിയൊരു സിദ്ധാർത്ഥ ഉണ്ടായ സംഭവം, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കോളേജുകൾക്കും ഓരോ സ്കൂളുകൾക്കും ഉള്ള അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് അവരൊക്കെ ഈ കാര്യങ്ങളൊക്കെ മൂടി വെക്കാൻ മുൻകൈ എടുക്കും. പിന്നീട് നിവൃത്തിയില്ലാതെ വരുമ്പോൾ മീഡിയയൊക്കെ, ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയും മറ്റു മീഡിയയൊക്കെ ഉള്ളത് കൊണ്ട് പുറത്തേക്ക് ഈ കാര്യങ്ങളെ കൊണ്ടുവരുന്നു. മുൻപ് ഈ മീഡിയ ഒന്നും ഇല്ലായിരുന്ന സമയത്ത്, ഇത്ര ഇൻഫ്ലുവൻസ് ഇല്ലായിരുന്ന സമയത്ത് അവര് ഈ കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും മൂടി വെച്ചിരുന്നു. ഇത് ഇപ്പോഴും നടക്കുന്നു. അതെ, ഇപ്പം നിലവിൽ ഈ സംഭവം ഇതിങ്ങനെ വികസിച്ച സാഹചര്യത്തിൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് അവർ സ്വീകരിച്ചിരിക്കുന്ന നടപടികളിൽ നിങ്ങൾ തൃപ്തരാണോ? ഇപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ തൃപ്തനാണെന്ന് വെച്ചാൽ എനിക്ക് നേരിട്ട് ഫേസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ അതിന് അഭിപ്രായം പറയാൻ ശരിയല്ല. പക്ഷെ ഞാൻ രതീഷുമായിട്ടും മറ്റു പേരൻസുമായിട്ടൊക്കെ സംസാരിച്ചതിന്റെ വെളിച്ചത്തിൽ അവരിതിൽ തൃപ്തരല്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അവര് ഒരിക്കലും തൃപ്തരാകാൻ പാടില്ല. ഇങ്ങനെയുള്ള സ്വഭാവ വൈകൃതങ്ങളുള്ള കുട്ടികളെ ഇത് മുളയിലെ, അതായത് ഇപ്പൊ തന്നെ ഈ കുട്ടികളെ ഇവിടുന്ന് അടിയന്തരമായിട്ട് ആ കുട്ടികളെ അവിടുന്ന് പുറത്താക്കി അവരെ ടെർമിനേറ്റ് ചെയ്ത് TC കൊടുത്ത്, ഈ സ്കൂളിൽ നിന്നല്ല ഈ നവോദയയുടെ സിസ്റ്റം അനുസരിച്ചിട്ട് പറയുന്ന പ്രിൻസിപ്പലൊക്കെ കൊടുക്കുന്ന വിശദീകരണം എന്താണെന്നുള്ളത് കുറച്ചുകൂടെ വിശദമായി പഠിക്കേണ്ടിയിരിക്കുന്നു. ഈ TC കൊടുത്ത് വിടുന്നതിന്, അതായത് ആ കുട്ടികളെ അവിടുന്ന് TC കൊടുത്ത് വിട്ട് വേറെ ഒരു സ്കൂളിലും ഈ വർഷമല്ല ഇനി അവർക്കൊരു 2-3 വർഷത്തേക്കെങ്കിലും കുറഞ്ഞ പക്ഷം ഒരു സ്കൂളിലും അഡ്മിഷൻ അവരുടെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റില് ഗുഡ് എന്ന് എഴുതി കൊടുക്കാൻ പറ്റാത്ത വിധത്തിൽ അല്ലെങ്കിൽ ചെയ്യാത്ത വിധത്തിലുള്ള ഒരു നടപടികൾ ഉണ്ടാകണമെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ നിയമപ്രകാരം അങ്ങനെയൊക്കെ തന്നെയാണ്. 3 വർഷത്തേക്ക് മറ്റൊരു സ്ഥാപനത്തിലും പഠനം നടത്താൻ പാടില്ല, കൂടാതെ തടവ്, പിഴ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷേ അത് ആ തരത്തിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളതാണ് ഈ ചോദ്യമൊക്കെ ഉയരുന്നത്. ശ്രീ രതീഷ്, ഇപ്പോൾ ഇതിൽ നമുക്കറിയാം ഈ നിയമമുണ്ട്, 98-ൽ നിയമസഭ പാസാക്കിയതാണ്. കൂടാതെ സുപ്രീം കോടതി റാഗിങ്ങിനെ നിയമവിരുദ്ധമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. എങ്കിൽ പോലും ശക്തമായ നിയമവ്യവസ്ഥ ഉണ്ട്, അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. എങ്കിൽ പോലും ഇപ്പോൾ 2009-ൽ UGCയുടെ റെഗുലേഷൻ ഇതൊക്കെ ഉണ്ട്. അതാണ് പക്ഷേ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടക്കുന്നത് എന്ത് എന്നതാണ് ഇപ്പോൾ ഷീബ അതിനൊരു
ഇര എന്ന തരത്തിൽ നമുക്കൊപ്പം അതിഥിയായി ഇവിടെ ഉണ്ട് താനും. അപ്പോൾ ഈ നിയമങ്ങളൊക്കെ ഉണ്ടായിട്ടൊന്നും ഇതൊന്നും പരിഹാരമാകുന്നില്ല എന്നുള്ളത് സങ്കടകരമാണ്. ഇവിടെ നിങ്ങൾക്ക് എന്താണ് സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു ഉറപ്പ് കിട്ടിയത്? നേരത്തെ നമ്മൾ സംസാരിച്ച പ്രിൻസ് പറയുന്നുണ്ടായിരുന്നു ഇനി ഈ വിദ്യാർത്ഥികളെ ഈ സ്ഥാപനത്തിൽ പഠിപ്പിക്കില്ല എന്ന് ഉറപ്പ് കിട്ടിയിട്ടുണ്ട് എന്ന്. അത്തരത്തിലേക്കൊരു ഉറപ്പ് ലഭിച്ചോ? എനിക്ക് അവിടുന്ന് ഇതുവരെ എന്നെ ആരും കോണ്ടാക്ട് ചെയ്തിട്ടുമില്ല. എന്നെ അവിടുന്ന് ഒരു സ്കൂളിൽ നിന്ന് ആരും ഇതുവരെ വിളിച്ചിട്ടുമില്ല. മോൻ എങ്ങനെ ഉണ്ടെന്ന് പോലും ചോദിക്കാൻ ഇതുവരെ സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് ആരും എന്നെ വിളിച്ചിട്ടില്ല. എൻ്റെ അടുത്ത് ആരും ഒരു ഉറപ്പ് തന്നിട്ടുമില്ല. ഇത് ഇവർ ഇപ്പോൾ ചുമതല ഏറ്റെടുത്തതേ ഉള്ളൂ എന്നാ പ്രിൻസിപ്പൽ പറഞ്ഞു. അതിനുശേഷം ഇത്രയധികം ഒക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും അവരുടെ ഭാഗത്തുനിന്ന് ആരും ഒന്ന് വിളിച്ചന്വേഷിക്കുക പോലും ചെയ്തിട്ടില്ല അല്ലേ? അതെ അതെ അതെ, ആരും ഇതുവരെ വിളിച്ചിട്ടില്ല. അല്ലെ മോന് എങ്ങനെയുണ്ട് എന്ന് പോലും അതുവരെ ആരും തിരക്കിയിട്ടുമില്ല. ഈ സ്കൂളുകളിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ പറഞ്ഞിട്ടുള്ളത് 3 തലത്തിലുള്ള സമിതികൾ, അത് ജില്ലാ സെൽ കൂടാതെ പഞ്ചായത്ത് തലത്തിൽ, അത് കൂടാതെ ഈ സ്കൂൾ തലത്തിൽ, അതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ അധ്യാപകന് പരാതി കൊടുക്കുമ്പോൾ മേധാവിക്ക്, സ്ഥാപന മേധാവിക്ക് പരാതി കൊടുക്കുമ്പോൾ അവർ അതിൽ അന്വേഷണം നടത്തണം. 7 ദിവസത്തിനകം അത് കൃത്യമായ പരാതിയാണെന്ന് ബോധ്യപ്പെട്ടാൽ നടപടി ഉണ്ടാകണമെന്നുണ്ട്. അതല്ലെങ്കിൽ ഈ സ്ഥാപന മേധാവിക്കെതിരെ നടപടി. ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഈ നിയമങ്ങൾ പോകുന്നത്. കൂടാതെ പോലീസിൽ സ്ഥാപന മേധാവി തന്നെ പരാതി നൽകണമെന്നൊക്കെയുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ താങ്കൾ ഇങ്ങനെ ഒരു പരാതിയുമായി ചെല്ലുമ്പോൾ അതിനെ ലഘൂകരിക്കാൻ ഉള്ള ശ്രമം നടത്തുന്നു എന്നുള്ളത് ഗുരുതരമായ കാര്യമാണ്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പോലും അങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത്. ഈ സ്കൂളിൽ ഇത്തരത്തിലേക്ക് എന്തെങ്കിലും ആൻറ്റി റാഗിംഗ് സെല്ലോ സ്ക്വാഡോ ഉള്ളതായി ബോധ്യമുണ്ടോ? അവിടെ ഒരു PTA ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടോ? ആ സ്കൂളുകളിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടോ? സ്കൂളിൽ PTC, അതെ അതെ, PT മെമ്പർ, അതെ, അങ്ങനെയുള്ള മീറ്റിംഗ് കാര്യങ്ങളെല്ലാം എല്ലാ സാറ്റർഡേയിലും, എല്ലാ സാറ്റർഡേ അല്ല, മന്ത്ലി ഒരു സെക്കൻഡ് സാറ്റർഡേയിൽ എല്ലാവരെയും വിളിച്ച് ഒരു മീറ്റിംഗ് ഒക്കെ സംഘടിപ്പിക്കാറുണ്ട് സ്കൂളിൽ. അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് അവരൊക്കെ ലഹരി വിമുക്ത ക്ലാസ്സുകൾ, പിന്നെ NCCയുടെ അതൊക്കെ ചെയ്യാറുണ്ട്. ഇതെല്ലാം നടക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്താണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. അല്ല, ഈ ആന്റി റാഗിംഗ് സെല്ലൊക്കെ ഉള്ളതായിട്ട് അറിയാമോ? അതിക്രൂരമായിട്ട് ഇത്രയും മർദ്ദിച്ചു എന്ന് പറയുന്നത് അങ്ങനെ ഒന്നുമില്ല. അവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അതെ, ഇത് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇങ്ങനെയൊക്കെ ഉണ്ടാകണം എന്നൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ സ്കൂളുകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് അതിൽ അത്തരം നടപടികളിലേക്ക് പോകും എന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുള്ളത്. 3 തലങ്ങളിൽ അതിനുള്ള നടപടികൾ ഉണ്ടാകും. അതിൽ ഏറ്റവും പ്രധാനമായി സ്കൂളുകളിൽ എങ്ങനെയാകും, ആ സ്കൂൾ മേലധികാരി മുതൽ അതിൽ അധ്യാപകരുടെ പ്രതിനിധികൾ, കൂടാതെ ഈ PTA പ്രതിനിധി, അങ്ങനെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രതിനിധി, അങ്ങനെയുള്ളവരൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ വളരെ ശുഷ്കാന്തിയോടുകൂടി തന്നെ നടപ്പാക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ്. ശ്രീമതി ഷീബ, ഇപ്പോൾ ഈ നിയമത്തിൻ്റെ കാര്യമാണ്, ഞാനത് നേരത്തെയും പറയുകയായിരുന്നു. എങ്ങനെയാണ് അതിൽ പിഴയുണ്ട്, തടവുണ്ട്, കൂടാതെ സസ്പെൻഷൻ നിലനിൽക്കും, 3 വർഷത്തേക്ക് മറ്റൊരു സ്ഥാപനത്തിലും വിദ്യാഭ്യാസം പാടില്ല എന്നൊക്കെയുള്ള നിയമമുണ്ട്. പക്ഷേ അതൊന്നും പാലിക്കപ്പെടുന്നില്ല. ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ കാര്യത്തിലും ഈ പ്രതികൾ എങ്ങനെയാണ് അവിടെ തിരിച്ച് വിദ്യാഭ്യാസത്തിന് കയറാൻ അവർക്ക് ഒരവസരം ലഭിച്ചത്? പിന്നീട് നിങ്ങളൊക്കെ അതിന് നിയമപരമായ വഴികൾ തേടുമ്പോഴാണ് അതിന് തടയിടപ്പെട്ടത് അല്ലേ? അതെ, ഞാൻ പറയുന്നത് ഇപ്പൊ ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മൾ വരുമ്പോ ഒരു രീതിയിലും രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒരു രീതിയിലും അങ്ങനെയുള്ള ഒരു മാറിപ്പോകരുത്. അതിന്റെ പ്രവർത്തനം കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു ഇതിന്റെ ബേക്കിൽ അവർ നിന്ന് പിടിവല്ലി വലിക്കുന്ന ഒരു ഏർപ്പാട് ഉണ്ടാകരുത്. എങ്കിൽ മാത്രമേ നിയമം നമുക്ക് അനുകൂലമായിരിക്കുകയുള്ളൂ. നിയമം, എല്ലാത്തിനും നിയമം എഴുതി വെച്ചിട്ടുണ്ട്. അതിനെ നടത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. നിയമം നടക്കുന്നില്ല, നിയമപാലകര് അതിനെ നടത്തുന്നില്ല എന്നാണ്. ഞങ്ങൾ അവിടെ വയനാട് വൈത്തിരി ഹോസ്പിറ്റലിൽ പോയപ്പോ അവിടുന്ന് ബ്രദറിന്റെ കൂടെ പറഞ്ഞതാണ്, ഇത് സാധാരണയായ ഒരു മരണം, സാധാരണ കാണുന്നതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ആദ്യത്തെ ദിവസം നമ്മൾ അറിഞ്ഞതാ, ഇങ്ങനെ അറിഞ്ഞ സംഭവം ഇതുവരെ ഇവിടെ എത്തിച്ചത്. അപ്പൊ ഈ നമ്മുടെ നോക്കേണ്ടവർ, അല്ലെങ്കിൽ നിയമപാലകർ തന്നെ, നീതി നടപ്പാക്കേണ്ടവർ തന്നെ ഇങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് എവിടെ നിന്ന് നീതി കിട്ടും? എവിടെ നിന്ന് നമുക്ക് നീതി തുടങ്ങണം? അതാണ്. അതെ, നമ്മുടെ നിയമസഭ പാസാക്കിയ നിയമം 98-ൽ പാസാക്കിയതിൽ 9 വകുപ്പുകളേ ഉള്ളൂ. പക്ഷേ വളരെ ശക്തമായ നിബന്ധനകളും വ്യവസ്ഥകളും ഒക്കെ അതിലുണ്ട്. അതൊന്നും പാലിക്കപ്പെടുന്നില്ല എന്നതിൽ നമ്മൾ ഊന്നി പറയാൻ നിർബന്ധിതരാകുന്നു എന്നുള്ളത് നിർഭാഗ്യകരമാണ്.
ഒരു കാര്യം കൂടി രതീഷ്, എങ്ങനെയാണ് മകനിപ്പോൾ അവനതൊരു ട്രോമയായി മാറിയോ? ഇത്രയുമൊക്കെ അവന് ആക്രമണം നേരിടേണ്ടി വന്നു, അവൻ ബോധരഹിതനായി പോയി, അവനൊരു പേടി മനസ്സിലുണ്ടോ ഇപ്പോൾ? അവന് ഉള്ളിൽ നല്ല ഭയമുണ്ട് ഇപ്പോഴും. അവന് പിന്നെ അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ചെവിക്ക് കേൾവിക്കുറവ് പോലെയുണ്ട്. പിന്നെ പല്ലിൻ്റെ ആ സൈഡിലായിട്ട് നീര് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വേദനയുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം കുഞ്ഞ് വീട്ടിൽ തന്നെ ഉണ്ട്, റെസ്റ്റിലാണ്. ഇപ്പം സ്കൂളിൽ വിട്ടിട്ടില്ല. തിരിച്ച് ഇതിനൊരു തീരുമാനമായിട്ട് സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊരു തീരുമാനമായിട്ട് നമ്മൾ അവരെ ആ സ്കൂളിൽ നിന്ന് TC വാങ്ങി പോകണമെന്നാണ് എനിക്കും പറയാനുള്ളത്. അതെ, അപ്പോൾ അതുവരെ ഈ സ്കൂളിലേക്ക് ഇനിയിപ്പോൾ മകനെ തൽക്കാലം വിടുന്നില്ല, ഇതിനൊക്കെ ഒരു പരിഹാരമാകുന്നത് വരെ. അതിനുശേഷം ആ സ്കൂളിലേക്ക് തന്നെ മകനെ വിടുക എന്നുള്ളതാണ് തീരുമാനം, അല്ലേ? അതെ 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 അതെ. സ്കൂൾ അങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്? ഈ വിദ്യാർത്ഥികൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് അതിനൊരു നീതി ലഭിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അവരെ ആ സ്കൂളിൽ തുടർന്ന് പഠിത്തത്തിന് അവരെ അനുവദിക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അവർ ഇതുപോലെ സസ്പെൻഡ് ചെയ്തിട്ട് പോയിട്ട് തിരിച്ച് വന്നിട്ട് വീണ്ടും അവർ എന്തുകൊണ്ട് കുഞ്ഞുങ്ങളെ, എനിക്കുണ്ടായ അനുഭവം മറ്റുള്ള കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകരുത്, എൻ്റെ കുഞ്ഞിന് സംഭവിച്ച പോലെ തന്നെ മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡോക്ടർ മോഹൻ റോയ്, അവസാനിപ്പിക്കുന്നതിന് മുൻപായി ഇപ്പോൾ ഈ മോൻ്റെ ഒരു മാനസികാവസ്ഥ, അവന് പേടിയുണ്ട് എന്ന് പറയുന്നല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് വിധേയരാകുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു മാനസിക പ്രശ്നങ്ങൾ അത് എങ്ങനെ തരണം ചെയ്യാൻ പറ്റും, പക്ഷെ അതെങ്ങനെ അവർക്ക് തരണം ചെയ്യാൻ പറ്റും എന്നുള്ളത് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഡോക്ടർ മോഹൻ റോയ്. തീർച്ചയായിട്ടും ഈ കുട്ടിക്ക് നമ്മൾ പറഞ്ഞ ഒരു സമ്മർദ്ദത്തിലൂടെ കടന്നു പോയതുകൊണ്ടുള്ള ഒരു സമ്മർദ്ദത്തോടുള്ള ഒരു പ്രതികരണം ഉണ്ടാകാം. പിന്നെ ദുരന്താനന്തര തീവ്ര മാനസിക പ്രതികരണം, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറൊക്കെ ഉണ്ടാകും. ഇതിനാദ്യമായി ചെയ്യേണ്ടത് ആ കുട്ടിയുടെ സ്വാഭാവികമായ കാര്യങ്ങൾ, അവരിഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണ് അവൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യാൻ അവനെ നിർബാധം അനുവദിക്കുക. സാധാരണ രീതിയിലുള്ള ഭക്ഷണം, ഉറക്കം ഇവയൊക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഭക്ഷണം കഴിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടോ ഉറക്കക്കുറവോ അല്ലെങ്കിൽ കളികളിലോ മറ്റോ താല്പര്യക്കുറവോ ഒരു വിഡ്രോവലോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു വൈദ്യസഹായം തേടേണ്ടതുണ്ട്. അവനോടൊപ്പം നമ്മളുണ്ട് എന്ന് അവനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അവനോടൊപ്പം നമ്മളുണ്ടെന്ന് സമൂഹവും സംവിധാനങ്ങളും അവനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. സുരക്ഷിതമായി അവന് പഠനം തുടരാൻ സാധിക്കുമെന്നും ഇത് ചെയ്ത ആൾക്കാർ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടുമെന്നും കൂടി അവനെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ അവൻ്റെ മനോനില തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതെ, അതാണ് പ്രധാനം. വളരെ നന്ദി ഡോക്ടർ മോഹൻ റോയ്, ശ്രീമതി ഷീബ, ശ്രീ രതീഷ്, ഒപ്പം പ്രിൻസ് വർഗീസ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.